بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا سيدي يا رسول الله خذ بيدي ما لي سواك على قلبي على أحدي. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അപ്പോൾ നമ്മുടെ സംവാദം ആരംഭിക്കുകയാണ്. 3 മിനിറ്റ് വീതമാണ് പറഞ്ഞത്. 15 സെഷനായിട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമല്ലോ. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടുന്നത് അതിൻ്റെ ശാരിഅ് പറഞ്ഞിട്ടാണ്, അതിൻ്റെ പ്രമാണങ്ങളാണ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയൊക്കെ. അതിൽ ബിദ്അത്തായ വിഷയങ്ങളെ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി അർബാനി. 2 ഇനങ്ങളാണ് ഈ ബിദ്അത്തുകൾ. 2 ഇനങ്ങളാണ്. അഹദുഹുമാ, അതിലൊന്ന് മാ ഉഹ്ദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. കിതാബിനോട്, ഖുർആനിനോട്, സുന്നത്തിനോട്, അസറിനോട്, ഇജ്മാഇനോടൊക്കെ എതിരായി വരികയാണെങ്കിൽ, എതിരായി വന്നത്, അതിൻ്റെ പേരാണ് ഫഹാദിഹിൽ ബിദ്അത്തുൽ ദലാല. അത് ഈ ബിദ്അത്തുൽ ദലാലത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദ്മൂമായ ബിദ്അത്തിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, കിതാബിന്, സുന്നത്തിന്, അസറിന്, ഇജ്മാഇന് എതിരാണെങ്കിൽ അത് മോശപ്പെട്ട മദ്മൂമായ എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ് എന്നാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്. നബിദിനം പാടില്ല എന്നതിന് ഖുർആനിൽ നിന്ന്, ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകളോട് എതിരാകുന്നുണ്ടോ നോക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ ഏത് ആയത്ത് കൊണ്ടാണ് ഒരാഘോഷം, ജന്മദിനാഘോഷം പാടില്ല എന്ന് വരുന്നത്? അത് പറയുന്ന ആയത്ത് ഏതാണ്? ഞാൻ ആയത്താണ് ചോദിച്ചത്. ഹദീസും അസറും കിതാബിൻ്റെ ഉസൂലിൻ്റെ കിതാബുകളൊക്കെ നിങ്ങൾക്ക് ഓതാം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ ചോദ്യം ഇതാണ്, ആയത്ത് ഏതാണ് എന്നാണ്. ആയത്ത്, ഹദീസല്ല ഇപ്പോൾ ചോദിക്കുന്നത്. ഹദീസ് ഞാൻ ചോദിക്കും. അസറല്ല, ഇജ്മാ അല്ല, ഖിയാസും കിതാബുകളൊന്നും അല്ല. ഞാനിപ്പോൾ ചോദിച്ചത് ആയത്താണ്. ഖുർആനിൽ നിന്ന് ആയത്തുണ്ടെങ്കിൽ ഓതാം. الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي اللهم ثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. സഹോദരന്മാരെ, എന്തായാലും നമ്മുടെ ഒന്നാമത്തെ സെഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു ആയത്തോ ഒരു ഹദീസോ അതുപോലെ തന്നെ പ്രാമാണികമായിട്ട് നമ്മുടെ സഹോദരന് ജന്മദിനാഘോഷം അവർക്ക് അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത എല്ലാവരും കണ്ടതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ സെഷൻ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് അജ്മലിനും എന്തായാലും അതൊന്ന് കേട്ട് പഠിക്കുക. എന്തായാലും ഇപ്പൊ ഇവിടെ വിഷയം, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ബിദ്അത്തിനെ 2ആയി വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് ശർഈയായ ബിദ്അത്തും ഒന്ന് ലുഗവിയായ ബിദ്അത്തും. അല്ലെങ്കിൽ ബിദ്അ ഹസന എന്ന് പറയപ്പെടുന്നു. എന്തിന്? ഈ ലുഗവിയായ ബിദ്അത്തിനെ ശർഈയായ ബിദ്അത്ത് അല്ല, മറിച്ച് ലുഗവിയായ ബിദ്അത്ത് അല്ലെങ്കിൽ ബിദ്അ ഹസന എന്ന് പറയപ്പെടുന്നു. ശർഈയിലെ ബിദ്അത്ത് അല്ല, മസ്മൂമ എന്നുള്ള കാര്യം ഇവിടെ അജ്മലും ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ ചോദ്യം, ഈ നബിദിനം എന്ന് പറയുന്ന ആ കാര്യം അത് ഖുർആനിന്റെ ഏത് ആയത്തിനെതിരാണ് എന്നാണ് നമ്മുടെ സഹോദരൻ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് ഓതി കൊടുക്കാം. ആയത്ത് കേട്ടോളൂ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന സൂറത്തുൽ മാഇദയിലത്തെ 3ാമത്തെ ആയത്തിന് എതിരാണ് ഈ പറഞ്ഞ കാര്യം എന്നുള്ളത് വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് അത് തുടർച്ചയായി തോറ്റി കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളതും ഇൻഷാ അല്ലാഹ് കാണിച്ചു കൊടുക്കാം. ഇത് ഒരായത്ത്. ഇനി ഒരായത്ത് കൂടി പഠിച്ചോളൂ.
വ്യക്തമായി തന്നെ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ എന്നുള്ള സൂറത്ത് ശൂറയിലെ 21-ാമത്തെ ആയത്തിനും വ്യക്തമായി തന്നെ ഈ നബിദിനാഘോഷം റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം പ്രത്യേകമായിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അഥവാ നമ്മൾ സമസ്തക്കാർ ചെയ്യുന്ന പ്രവൃത്തി വ്യക്തമായി തന്നെ ഈ 2 ആയത്തുകൾക്കും എതിരാണെന്നുള്ളത് ഇൻഷാ അള്ളാഹ് ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. അത് തെളിയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ള സമസ്തക്കാർക്കും പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർ ശരിക്കും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. ആരെങ്കിലും ഈ ഉസൂലുകൾ അടിസ്ഥാനപരമായ കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ അവർ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഈ സമസ്തക്കാർ എവിടെയും എത്താത്തത് അതുകൊണ്ട് തന്നെയാണ്. ഈ 2 ആയത്ത് സൂറത്ത് ശൂറയിലെ ആയത്തും അതുപോലെ സൂറത്തുൽ മാഇദയിലെ ആയത്തും ഈ 2 ആയത്തിനും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം അത് ബിദ്അത്ത് തന്നെ ഇൻഷാ അല്ലാഹ് തുടർന്ന് ചോദിച്ചോളൂ. ആയത്തോതി അതായി കേട്ടത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള ആയത്താണ്. അപ്പം എൻ്റെ ചോദ്യം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിലാണല്ലോ നബിദിനോ ഷിർക്കാണെന്നോ എന്താ വിദ്യാത്താണെന്ന് അല്ലേ അതിനെതിർത്ത് എന്നുള്ളത് അല്ലേ? ആ ആയത്തിൻ്റെ ഏത് വാക്കിൻ്റെ അർത്ഥമാണ് നബിദിനൊന്ന്? ഏത് വാക്കിൻ്റെ അർത്ഥമാണ്? മൗലവി, ആ ആയത്ത് പറയുന്നത് ദീനിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മാത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടു അതിൽ നിങ്ങളാണ് ഉൾപ്പെടുക എന്ന് നല്ലോണം മനസ്സിലാക്കി വെച്ചോളി. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖുർആനിൽ തന്നെ ആ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ട് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്തേ? ഫീഹി ഉലിത്തു, ഞാൻ ആ ദിവസത്തിലാണ് ജനിച്ചത് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ നോമ്പ് പഠിപ്പിച്ചതിലൂടെ. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ പരിധിയിൽ അത് വരുന്നില്ല. ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. ഏതെങ്കിലും ഒരു മുഫസ്സിർ നിങ്ങളെ സ്വന്തം വകയുള്ള വിശദീകരണത്തിന് ഇവിടെ സ്ഥാനമല്ല. അതാദ്യം തന്നെ പറഞ്ഞേക്കാം. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും നമ്മളെ സ്വന്തം ഖുർആനിൽ നോക്കി ഓതുക. വിശദീകരണത്തിനോ അതിങ്ങനെ സ്വന്തം വകയിൽ ഇങ്ങനെ പറയാ, ആ ഒരു ഏർപ്പാട് ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുഫസ്സിറിന്റെ ആധികാരിക മുഫസ്സിറിന്റെ പിൻബലത്തോടെ നബിദിനം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ പാടില്ല, ഹറാമാണ് അല്ലെ വിധേയത്താണ് എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് നിങ്ങൾ വായിച്ചോളൂ. അതാണ് വേണ്ടത്. എപ്പോഴാണ് ഈ ആയത്ത് അങ്ങോട്ട് പൂർണ്ണമാകും? വെറുതെ ഓതിട്ടതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സംഭവം അതിൽ തന്നെ അങ്ങ് ഓദിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു സെഷൻ അങ്ങോട്ട് കഴിഞ്ഞു വിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കളിച്ചത് എനിക്ക് തോന്നുകയാണ്. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണല്ലോ ഞാൻ ജനിച്ചത് എന്നുള്ള മറുപടിയാണ്. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പോ ശേഷോ? അതുകൊണ്ട് ദീനിൽ അസ്ല് സ്ഥിരപ്പെട്ട സംഭവമാണ്. അസ്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യല്ലേ, ഖുർആനല്ലേ, ഇജ്മാഉം ഖിയാസൊക്കെ അല്ലേ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ ഇത് വരുന്നില്ല. അതുകൊണ്ട് ആയത്തോതണം, അതിന് തഫ്സീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരു കാര്യം ഇവിടെ ആയത്ത് മാത്രമല്ല, ആയത്തുകൾ 2 ഓതിയിട്ടുണ്ട്. 2 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇതിൽ എവിടെയാണ് നബിദിനം എന്നുള്ളതാണ് നമ്മുടെ സഹോദരൻ. അതാണ് പറഞ്ഞത് മൻ ഹുരിമൽ ഉസൂൽ. ഈ ആയത്ത് കൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്തൊക്കെ ബിദ്അത്തുകളുണ്ടോ ആ ബിദ്അത്തുകൾക്കൊക്കെ ഓതി ആയത്ത് തന്നെയാണ്. എന്തൊക്കെ ബിദ്അത്തുകൾ വന്നുവോ ആ ആയത്തുകൾക്കൊക്കെ എന്ത് ചെയ്തുള്ളത്? ഖണ്ഡനം കൊടുത്തത് ഈ ആയത്താണ്. ഉദാഹരണത്തിന് സലാത്തുർ റഗായിബ്,
ഈ ആയത്തിൽ സലാത്തുർ റഗായിബ് എന്ന പദം കാണിക്കാൻ പറ്റുമോ എന്ന് മുബ്തദിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സലഫുസ് സാലിഹ്കൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നത്, മനിത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയാൽ, സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവൻ എന്ത് ചെയ്യുന്നു? വാദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ വഞ്ചിച്ചിരിക്കുന്നു. കാരണം അന്നല്ലാഹു യഖൂലു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എന്തൊക്കെ ബിദ്അത്തുകളുണ്ടോ ആ ബിദ്അത്തുകൾ നല്ലതെന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഈ ആയത്തിന് ബാധകമാണെന്ന് വ്യക്തമായി തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയിൽ നിന്നും സഹീഹായ സനദിലൂടെ ഉദ്ധരിക്കുന്നു. ഇമാം ഷാത്തിബി അത് ഉദ്ധരിക്കുന്നു, അതുപോലെ ഇബ്നു ഹസം ഉദ്ധരിക്കുന്നു. അതിന്റെ ഹദീസിന്റെ അസറിന്റെ ആ സനദ് സഹീഹ് തന്നെ. എന്നിട്ട് പിന്നെ പറയുന്നു, ഫമാലക്കും യകുൻ യൗമഇദിൻ ദീന ഫലാ യകുൻ യൗമഇദിൻ ദീന. അന്ന് ദീനല്ലാത്ത കാര്യം ഇന്നും ദീനല്ല എന്ന് വ്യക്തമായി തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി നിങ്ങൾ ഈ ഉദ്ധരിച്ച ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ബിദ്അത്തുകളുണ്ടോ ആ ബിദ്അത്തുകൾക്കൊക്കെ ഈ ആയത്ത് ഉദ്ധരിക്കാം എന്നുള്ള വ്യക്തമായി തന്നെ ഉസൂൽ പഠിപ്പിച്ചു തരുന്നു. വീണ്ടും ഇമാം മാലിക് ഉദ്ധരിക്കുന്നു, മൻ അഹ്ദസ ഫീ ഹാദിൽ ഉമ്മത്തി ഷൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റിസാല ലിഅന്ന അല്ലാഹു യഖൂലു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ആരെങ്കിലും സലഫ് സാലിഹീങ്ങളുടെ ഇടയിൽ ഉണ്ടാവാത്ത ഒരു കാര്യം ഉണ്ടാക്കിയാൽ അവൻ വാദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചിച്ചിരിക്കുന്നു എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു. മാത്രമല്ല മുത്തബി സുന്ന എന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്, ആരെങ്കിലും ഒരു ബിദ്അത്ത് നല്ലതാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്താണ്? അത് തെറ്റാണ്. കാരണം കുല്ലു ബിദ്അത്തിൻ ദലാല ഫഇൻ റാഹൻ നാസു ഹസന. ജനങ്ങൾ നല്ലതാണെന്ന് തോന്നിയാൽ പോലും എല്ലാ ബിദ്അത്തുകളും വഴികേടലാണെന്നുള്ളത് നമ്മുടെ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതിനാൽ വ്യക്തമായി തന്നെ ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്തൊക്കെ ബിദ്അത്ത് കൊണ്ടുവന്നു ആ ബിദ്അത്തുകൾക്കൊക്കെ ഈ ആയത്ത് സൂട്ടാണെന്നുള്ളത് അവർ ആ അടിസ്ഥാനപരമായ കാര്യം പഠിപ്പിച്ചിരുന്നു. ഈ നമ്മുടെ സഹോദരൻ അടിസ്ഥാനപരമായ കാര്യം അറിയാത്തത് കൊണ്ട്, അദ്ദേഹത്തിന്റെ അജ്ഞതായ കാര്യം കൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. കാരണം മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്താ പറഞ്ഞത്? ഈ ആയത്തിൽ അങ്ങനെ ഉണ്ടോ? ഞാൻ വിചാരിച്ചപ്പോൾ തഫ്സീറിൽ ഇപ്പോൾ കൊണ്ടുവരും നബിദിനാഘോഷം പാടില്ല എന്ന് ഇപ്പോൾ ഏതെങ്കിലും തഫ്സീറിൽ ഉണ്ടെന്ന്. ഇപ്പോൾ കൊണ്ടുവന്നതൊക്കെ ബിദ്അത്ത് പാടില്ല എന്നുണ്ട് ഈ ആയത്തിൽ. ആർക്കാ സംശയം മൗലവിനെ? ബിദ്അത്താണ് എന്ന് സ്ഥിരപ്പെട്ടോ, എന്നാ പിന്നെ ആയത്തിന്റെ പരിധിയിൽ വന്നു, പിന്നെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, പക്ഷെ ഇത് ബിദ്അത്താണ് ആദ്യം തെളിയിക്ക്. അത് നല്ല രസമാണ്. മറ്റൊരു നിങ്ങൾ കായക്കൊണ്ടെ കൊണ്ട് പറഞ്ഞല്ലോ, അതേമാതിരി ആദ്യം ശിർക്കാന്നാണ് സ്ഥാപിച്ചിട്ട ആയത്ത് എന്നതുപോലെ ആദ്യത്തെ നബിദിനാണെന്ന് ബിദ്അത്താണെന്നോ എന്റെ തൊള്ള, അതിനുള്ള തെളിവെന്നാ എന്റെ തൊള്ള. എന്നിട്ട് അതിനെ ആയത്ത് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പോൾ പിന്നെ എന്നിട്ട് തഫ്സീറോ അങ്ങനെ ഒരു ബിദ്അത്തും പറ്റൂല എന്ന് എന്റെ വക തഫ്സീർ. അപ്പൊ ഇത് ബിദ്അത്താണെന്ന് എവിടെ നിന്ന് കിട്ടി? അത് നമ്മളെ ബഹുമാനപ്പെട്ട തൊള്ളൈ അതിവിടെ നടക്കൂല. ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇതിൽ എവിടെങ്കിലും കേട്ടോ മൂപ്പര് ബിദ്അത്ത് പാടില്ല എന്നിങ്ങനെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ ഏതെങ്കിലും ഒരു മുഫസ്സിർ, ആധികാരിക മുഫസ്സിർ ഈ ആയത്തിന്റെ പരിധിയിൽ നബിദിനാഘോഷം ബിദ്അത്താകുന്നു, അതുകൊണ്ട് പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഇയാൾ ഉദ്ധരിച്ചോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? മുഴുവനും ഹദീസുകളുണ്ട്. ഞങ്ങൾക്ക് അതിൽ ഒരു അർക്കവുമില്ല. ഒരു വിഷയം മദ്മൂമായി എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ്, ശർഇൽ എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ് എന്ന് വന്നാൽ അത് പാടില്ല എന്ന് പറഞ്ഞ ഒട്ടേറെ ഹദീസുകളുണ്ട്. അതൊന്നും ഇവിടെ എന്തല്ല, ആർക്കും നമ്മൾ തമ്മിൽ തർക്കല്ല. ഈ വിഷയം അങ്ങനത്തെ ബിദ്അത്ത് പെടുമോ ഇല്ലേ? അതിനാ ചോദിച്ചത്. ആയത്തുണ്ടോ? അതുണ്ടെങ്കിൽ പറയും. ഇതിന് നേരെ ഗണ്ണിക്കുന്ന ഒരു ആയത്തുണ്ടെങ്കിൽ പറയും. നിങ്ങൾ ഓതി ആയത്ത് അതിന്റെ തെളിവല്ല. കാരണം അതിന് ആദ്യം ചെയ്യണം, ഇത് ബിദ്അത്താണ് അല്ല എന്ന് സ്ഥാപിക്കണം. ആണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇനി മഹാന്മാരായ ഇമാം സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം കേട്ടോ, നല്ലോണം പഠിച്ചത്. എനിക്ക് മാത്രം ഹുരിമൽ ഉസൂലും അയ്യട എനിക്ക് മാത്രം. അപ്പൊ ഉസൂല് തിരിഞ്ഞതും ഇപ്പൊ ഉസൂലൊക്കെ എനിക്ക് മാത്രം അല്ലേ? ശരിക്ക് പഠിച്ചു വെച്ചോ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു. അല്ല ഓൽക്ക് തിരിഞ്ഞോ ഉസൂല്?
ചോദിച്ചു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത് മദ്മൂമാണോ അല്ലേ എന്ന് വെച്ചാൽ എന്റെ അടിസ്ഥാനത്തിൽ ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്തിന്റെ പരിധിപ്പെടുമെങ്കിൽ അത് മദ്മൂമാണ് എന്നെണ്ണണം, ഹസന എന്നെണ്ണാൻ പറ്റൂല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹുവ മിനൽ ബിദഇൽ ഹസന, ഇത് നല്ല വിധേയത്താണ്. മദ്മൂമ എന്നുണ്ടെങ്കിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തിൽപ്പെടുമെങ്കിൽ സുയൂത്തി ഇമാമിന് ഈ ഉസൂലും തിരിയുന്നില്ല. എന്നിട്ട് കേട്ടോ, അല്ലത്തി എങ്ങനത്തെ വിധേയത്താണ്, യുസാബു അലൈഹാ സ്വാഹിബുഹാ. തിരിയുന്നുണ്ടോ? അക്കാരണത്താൽ ഈ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ അത് ചെയ്ത ആൾക്ക് കൂലി കിട്ടുന്ന വിധേയത്താണ്. അപ്പൊ ഈ അൽയൗമ അക്മൽതു ലക്കും ആയത്ത് ഒന്നും ഇവർക്ക് തിരിഞ്ഞില്ല. അപ്പൊ അതിന്റെ പരിധിയിൽ ഈ വിഷയം പെടുന്നില്ല. എന്തുകൊണ്ട്? ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടില്ല. പിന്നെ നിങ്ങളൊന്നും ഉദ്ധരിച്ചതാ കുറേ ഹദീസ്, ആ ഹദീസിനൊന്നും ഞങ്ങൾ എതിരല്ല. അതിനാദ്യം ഇത് തെളിയിക്കണം. ഇമാമിങ്ങൾക്കൊന്നും വിധേയത്താണെന്ന് തിരിയാത്തൊരു വിഷയം വിധേയത്താണെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. നിങ്ങളോതി ആയത്തിന്റെ പരിധിയിൽ അതുകൊണ്ട് ഈ നബിദിനാഘോഷം വിധേയത്താണ് എന്ന് വരുന്നില്ല. അപ്പൊ ഇമാം മാലിക് ഇത് എന്തിനാ തെളിവ് ഓതി എന്നുള്ള പാവത്തിന് അറിയില്ല അല്ലെ. എന്തുകൊണ്ടാണ് ഓതിയെന്നറിയോ? മറിക്ക് എടുക്ക്, എഴുത്തിസാം എടുക്ക്. എന്നിട്ട് ഈ ആയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഓതിയെന്നറിയോ? ഒരാള് അദ്ദേഹം ഇഹ്റാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതിയപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടിയാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ചോദിക്കട്ടെ, ഇവിടെ എവിടെ ഖബർ ഈ ആയത്തില്? എവിടെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്? എവിടെയാണ് നേർച്ച ഉള്ളത്? എവിടെയാണ് ഇഹ്റാം ഉള്ളത്? അതാണ് പറഞ്ഞത് മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. നിനക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. കാരണം വെറുതെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ദർസിൽ കുറച്ച് കാര്യം പഠിച്ചിട്ടോ ഒന്നും കൊണ്ടും സഹോദര നിനക്ക് ഹിദായത്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയാനുള്ളത് അത് പഠിച്ചു വെച്ചോ. എന്താണ് ഒരു അടിമയുടെ കാര്യങ്ങൾ, അമലുകൾ രണ്ട് നിലക്കാണ്. ഒന്ന് ഇബാദാത്തും മുആമലാത്തും. ഒന്ന് അല്ലാഹു തആലയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. രണ്ടാമത്തെ മുആമലാത്താണ്, ഞാനും നിങ്ങളൊക്കെ ഇടപെടുന്ന കാര്യങ്ങൾ. ഫഅമ്മൽ ഇബാദാത്തു, ശരിക്കും പഠിച്ചോ. ഇബാദത്ത് കാര്യങ്ങളാണെങ്കിലോ ഫമാ കാന മിൻഹാ ഖാരിജൻ അൻ ഹുക്മില്ലാഹി വറസൂലിഹി ബിൽ കുല്ലിയ്യ ഫഹുവ മർദൂദൻ അലാ ആമിലിഹി വആമിലുഹു യദ്ഖുലു തഹത ഖൗലിഹി അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ എന്ന് സൂറത്ത് ശൂറയിലെ 21ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമായി തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ആയത്ത് കൊണ്ട് പറയുന്നു, ആരെങ്കിലും അല്ലാഹു തആല കൽപ്പിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കാര്യം ഫമർദൂദുൻ അലാ ആമിലിഹി. فمن تقرب الى الله بعمل لم يجعله الله ورسوله قربة الى الله. ആരെങ്കിലും അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അമൽ അല്ലാഹു തആല ആക്കാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർബത്ത് എന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യം ആക്കി കഴിഞ്ഞാൽ ഫഅമലുഹു ബാത്തിലുൻ മർദൂദുൻ അലൈഹി. അവന്റെ ആ പ്രവർത്തനം എന്താണ്? ബാത്തിലാണ്, വെറുതെയാണ്. നബിദിനം കൊണ്ടായിട്ടൊന്നും നിങ്ങൾക്ക് ഒരു പുണ്യം കിട്ടില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മർദൂദിൻ അലൈഹി, അല്ലാഹു തആല സ്വീകരിക്കില്ല. എന്നിട്ടോ ഉദാഹരണം കൊടുത്തെന്നറിയോ? ആരെങ്കിലും കമൻ തഖറബ ഇലല്ലാഹി തആല ബിസമാഇൽ മലാഹി ഔ ബിർറഖ്സി, നിങ്ങളുടെ സൂഫി ഡാൻസും കാട്ടകളുണ്ടല്ലോ, അതൊക്കെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ യാതൊരു നിലക്കും അവർക്ക് ഒരു പുണ്യവും കിട്ടില്ല. മറിച്ച് അവൻ മുബ്തദയാണ്, അവന്റെ ആ അമലുകൾ തള്ളപ്പെടേണ്ടതെന്ന് വ്യക്തമായി തന്നെ അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു റജബ് അൽ ഹംബലി മാത്രമല്ല ഇൻഷാ അല്ലാഹ് വേറെ പണ്ഡിതന്മാരും കൊണ്ടുവരും. അവരൊക്കെ പറയുന്ന കാര്യമാണ് അല്ലാഹു തആല ഹുക്മാക്കാത്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വകയായി ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് മാത്രം. പിന്നെന്താ നിങ്ങൾ കൊണ്ടുവന്നത്? ഇവിടെ സുയൂത്തി റഹ്മത്തുള്ളാഹി, ഞാൻ പറഞ്ഞു സുയൂത്തിയുടെ മുമ്പുള്ള പണ്ഡിതന്മാർ ആരും തന്നെ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടുവരാൻ ഒരൊറ്റ ആയത്തോ ഒരൊറ്റ ഹദീസോ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടില്ല, കാണിക്കാൻ കഴിയുമില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഹദീസോ ഒരു സുന്നത്ത് ഒരു ഖുർആനോ
സലഫുസ്സാലിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ മനസ്സിലാക്കിയ കാര്യം അത് തള്ളപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ സലഫുസ്സാലിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങളോ നിങ്ങൾക്ക് തോന്നുന്ന അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സലഫുസ്സാലിങ്ങൾ അവരൊരിക്കലും തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പറയപ്പെടുന്ന സുയൂത്തിമ പോലെ ആളുകളൊക്കെ നീതി സംബന്ധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം ഈ ഒരു കാര്യത്തിന് എന്തില്ല, സലഫുസ്സാലിങ്ങൾ തെളിവില്ല എന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. സലഫു സ്വാലിഹീങ്ങളെ തെളിവില്ല എന്നല്ല മൗലവി പറഞ്ഞത്. തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്, മുഴുവനും തെറ്റാണ്. കാരണം അതിൽ കള്ളത്തരാണ് കാട്ടുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മളെ തർക്കം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് ഓതിയത്. അങ്ങനെ വായിക്കിങ്ങോട്ട് വാ. പിന്നെ ഈ വായിച്ചതൊക്കെ ഏതാണ്? ഹദീസുകളാണ്. ഞാനിപ്പോ ഹദീസല്ല ചോദിച്ചത്, ഞാൻ ആയത്താണ് ചോദിച്ചത്. മനസ്സിലാക്കി വെച്ചോ. ആയത്തുമായിട്ട് ഇനി ബന്ധപ്പെട്ട് ഈ ഒരൊറ്റ വിഷയം പറഞ്ഞിട്ടുള്ളൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇന്ന വിഷയത്തിനാണ് ഓതിയത്. അപ്പൊ എന്നിട്ട് എന്നെ പറഞ്ഞു ഏതാ വിഷയോ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെങ്ങനെ മൗലവി ഇതിൽ പെടുന്നത്? അതെന്റെ ചോദ്യം. അതുകൊണ്ട് കുറെ ഹദീസ് ഇങ്ങനെ നീട്ടിപ്പരുത്തി വായിച്ചാൽ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ എനിക്കും കഴിയൂ, എന്തെങ്കിലും വായിക്കലല്ല, അത് ആർക്കും കഴിയൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു പറഞ്ഞു അതിന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അമല ഇതിൽ കാണിക്കാതെ? ഒന്ന് ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കലില്ലേ? സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതിന് എന്താ വിഷയം? നല്ലൊരു വിഷയത്തിനാണ് ഒരുമിച്ച് കൂടിക്കൂടെ? അങ്ങനെ ഏതെല്ലാം വിഷയം നബിദിനത്തിൽ നടക്കുന്നുണ്ടോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. ഈ ദിനങ്ങൾ ഈ അലിയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ളതിന് ഓതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനാ ഞങ്ങൾ തെളിവ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത, റസൂലുള്ള എതിർത്ത ഒരു വിഷയമാണെങ്കിൽ അത് ഈ ആയത്തിൽ വരും. അതിൽ ആർക്കും തർക്കമില്ല. അതിന് നിങ്ങൾ കുറെ ഹദീസ് ഓതിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ച വിഷയത്തിന് ഓതണം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ഓതിയത് എന്തിനാ? ഈ നബിദിനം പറ്റൂലെന്നാ ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. എന്തേ നബിയെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ കാരണം? എന്തിനാ ഈ നോമ്പ്? അപ്പൊ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, ഫീഹി വുലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. റസൂലുള്ളാഹി പഠിപ്പിച്ചോ? അതുകൊണ്ടാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നിട്ട് ഈ ആയത്തിൽ എങ്ങനെ വിടല്? അതുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി നിങ്ങൾ വായിച്ചത് ഇവിടെ തെളിവല്ല. ഞാൻ ചോദിച്ചത് ഈ ആയത്തിന്റെ പരിധിയിൽ നബിദിനം പറ്റൂല എന്ന് ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോന്നാ? ബിദിയത്ത് പറ്റുമല്ലേ? ശറയിൽ മദ്മൂമായ ബിദിയത്ത് പാടില്ല. അത് ഞാനും നിങ്ങൾ നമ്മൾ തർക്കമല്ല. അതിനാണ് നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ഈ ഭാഗത്ത് മുഴുവനും പറയുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ തർക്കമില്ല. എന്റെ തർക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വിഷയമായ ഈ വിഷയം സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അങ്ങനെ പറഞ്ഞ പോലെ ഓർക്കൊന്നും തെളിവുമില്ല. പാക തെളിവും കാര്യമൊക്കെ ഉള്ള എനിക്ക് മാത്രമാ പൊള്ളു. പിന്നെ ഈ ആയത്തൊക്കെ പിന്നെ നേരത്തെ ഉദ്ധരിച്ച ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പണ്ഡിതന്മാർ ഈ വിഷയം സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂലി കിട്ടുന്ന വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സുയൂത്തി ഇമാമിന്റെ പേരിൽ ഒരു പച്ചക്കള്ളവും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇതിന്റെ ദീനിൽ അസ്ലുണ്ട് എന്ന് പറഞ്ഞ മഹാനാണ്. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, ഈ ആയത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു ആധികാരിക മുഫസ്സിർ പറഞ്ഞോ ഈ ആയത്തിന്റെ പരിധിയിൽ നബിദിനാഘോഷം വരുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മേലിൽ ജന്മദിനം ആഘോഷിക്കൽ ഈ വിഷയത്തിന്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല? അതിങ്ങോട്ട് ഉദ്ധരിക്കി. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. സൂറത്ത് ശൂറയിൽ ആയത്താണിന്റെ മോനെ. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ല എന്ന് പറയുന്നത് ഹദീസല്ല, അല്ലാഹുവിന്റെ കലാമാണ്. മോന് ഖുർആൻ പോലും ദർസിൽ ഓതാറില്ലേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തെന്നറിയോ? ആരെങ്കിലും ഫമൻ കാന മിൻഹാ ഖാരിജൻ അൻ ഹുക്മില്ലാഹി വറസൂലിഹി ബിൽ കുല്ലിയ, മൊത്തത്തിൽ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയോ ഇല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ മർദൂദുൻ അലാ ആമിലിഹി. എന്തുകൊണ്ട്? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ എന്ന് പറഞ്ഞത്. പിന്നെയോ ഇവിടെ എന്താ പറഞ്ഞത്? ഇമാം ഷാതിബി റഹ്മത്തുള്ളാഹ് ഇമാം മാലിക്കിൽ നിന്നും ഉദ്ധരിക്കുന്ന എന്തെന്നറിയോ? വ്യക്തമായി തന്നെ പറയുന്നു. എന്താണ്? ആരെങ്കിലും മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന,
ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ദീനിൽ പുതുതായ കാര്യം നല്ലതെന്ന് കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാന റിസാല, അവൻ വാദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ വഞ്ചിച്ചിരിക്കുന്നു. കാരണം ലിഅന്ന റസൂല എന്നല്ല, ലിഅന്നല്ലാഹ യഖൂലു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ പറയുന്നു ഫമാലക്കും യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന, അന്ന് ദീനല്ലാത്ത കാര്യങ്ങൾ ഇന്നും ദീനല്ല. വീണ്ടും ഇമാം മാലിക് പറയുന്നു അന്ന് സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്ത കാര്യം അന്ന് എന്താണോ ദീനാണോ അത് ദീനല്ലേ, അത് ഇന്നും ദീനല്ല എന്ന് വ്യക്തമായി തന്നെ ഇമാം മാലിക് ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അതുപോലെ തന്നെ ആയത്ത് ഇബ്രാഹിം ഇബ്നു ഹംബലി റഹ്മത്തുള്ളാഹി അം ലഹു ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ല എന്നുള്ളത് ആയത്തുകളാണ്, ഹദീസുകളല്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഏത് ഹദീസ് ഓതിയോ? ഞാൻ അതിശയപ്പെടും, ഏതെങ്കിലും ഒരൊറ്റ ഹദീസ് ഞാൻ എന്റെ ഈ 3 അവസരങ്ങളിൽ ഓതിയിട്ടില്ല. എന്നിട്ട് സലഫു സാലിഹിൽ നിന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ഒരൊറ്റ തെളിവും നിങ്ങൾക്ക് ഇന്നേ വരെ ഹാജരാക്കാൻ കഴിയില്ല. നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ പൂർവികരായ ഇത് അംഗീകരിക്കുന്ന ആളുകൾ പോൽക്കും അങ്ങനെ സലഫു സാലിഹിൽ നിന്നും ഒരൊറ്റ സഹിഹായ റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷത്തിനായി ചെയ്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ബിദ്അത്താവാ? പാദ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ബിദ്അത്താവാ? നിങ്ങൾ തന്നെ അത് ബിദ്അത്തുൻ ഹസന എന്ന് പോലും സമ്മതിച്ചില്ലേ? അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇല്ല. അതുകൊണ്ട് പച്ചക്കള്ളമൊക്കെ നീ പറഞ്ഞാൽ മതി. അവിടെ ഞാൻ ഹദീസാണ് ഉദ്ദേശിച്ചത്, നീ പച്ചക്കള്ളം. ഞാൻ ഒരൊറ്റ ഹദീസും ഈ 3 അവസരങ്ങളിൽ നിന്നോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ഒരൊറ്റ ഹദീസ് ചോദിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹദീസ് ഓതുന്നില്ല. പക്ഷേ ഇവിടെ 2 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കൊണ്ടുവന്നു. അതിനെ തൊടാൻ കഴിയാതെ ഞാൻ ഹദീസാണ് ഓതി എന്നുള്ള പച്ചക്കള്ളം നീ പറഞ്ഞ് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സമ്മതിക്കില്ല. പറയൂ അം ലഹു ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ല എന്നുള്ള അല്ലാഹുവിന്റെ കലാമാണോ അല്ലേ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഞാനാ ഓതിയിട്ടുണ്ടോ? ഒന്ന്. പിന്നെന്താ ഓതി? രണ്ടാമത്തെ ഒരു ആയത്തൂടി ഉണ്ട്. ആ ആയത്തിലുള്ളല്ലോ നബിദിനം എന്നൊരു വാക്കില്ല. പിന്നെ അതിലും പറഞ്ഞ എന്താണ്? ബിദ്അത്തായൊരു വിഷയമാണെങ്കിൽ വിഷയം നബിദിനം എന്നത് ബിദ്അത്താണ് ആദ്യം തെളിഞ്ഞിട്ടേ ആ ആയത്ത് ബാധകാകും മൗലവി, അല്ലാണ്ട് ഓതിയം കൊണ്ട് മാത്രം ബാധകാകൂല. ഇത് ഈ ആയത്ത് ഇതിനും കൂടി ബാധകമാണെന്ന് തെളിയിക്കാൻ, ഇത് ബിദ്അത്താണെന്ന് സ്ഥാപിക്കാൻ അതിന്റെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ ആയത്ത് എന്തിനാ ഓതിയത്? മാലിക് ഇമാം തങ്ങൾ ഇന്ന വിഷയത്തിലാണ് ഓതിയത്, ഇബ്നു റജബ് തങ്ങൾ ഓതിയത് ഇന്ന വിഷയത്തിനാണെന്ന് പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കാത്ത വിഷയത്തിന്. ഇത് കാണിച്ച വിഷയമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ എത്ര വട്ടം ആവർത്തിച്ചു, ചെവി കൊടുക്കാണ്ടിരിക്കല്ലേ, ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഒന്നുകൂടി ചോദിക്കുന്നു. ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്തേ നബിയെ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി വുലിത്തു, ഞാൻ ആ ദിവസത്തിലാണ് ജനിച്ചത്. ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചു പറഞ്ഞാൽ അതിന്റെ ജന്മദിനാണ്. ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യം ഉണ്ടോ അല്ലേ? ഇല്ലെങ്കിൽ അതും കൂടെ പറയും. അപ്പോ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയമാണിത്. പഠിപ്പിക്കാത്ത വിഷയത്തിനുള്ള ആയത്ത് ഇവിടെ ബാധകം അല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആയത്ത് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഓതാനില്ല. അത് ലോകത്തിന് മനസ്സിലാകട്ടെ, ആൾക്കാർക്ക് മനസ്സിലാകട്ടെ. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ആയത്തിന്റെ പരിധിയിൽ ഇത് വരുമെന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞോ? നിങ്ങൾ കുറെ വെച്ചുകൂട്ടി പറഞ്ഞതല്ലാതെ. പിന്നെ ബിദ്അത്താണെങ്കിൽ, ശറഇൽ ബിദ്അത്താണെങ്കിൽ പിന്നെ പെടുമെന്നതിന് സംശയവുമില്ല. ശറഇൽ ബിദ്അത്താണ് എന്ന് വെച്ചാൽ ശറഇൽ മദ്മൂമായ ബിദ്അത്താണ് എന്ന് വന്നാൽ പിന്നെ ഈ ആയത്തിന്റെ പരിചയപ്പെടും, ഒരു പ്രശ്നവുമില്ല. ഈ ആയത്ത് അതിനെ എതിർക്കുന്നത് തന്നെയാണ്, ഞങ്ങളും എതിർക്കുന്നുണ്ട്. പക്ഷെ ഇത് മദ്മൂമായ ബിദ്അത്തല്ല, അവിടെയാണ് കാര്യം. അങ്ങനാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ ചോദിക്കുക ആയത്ത്. അങ്ങനെ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വേണം ഇത് ഓതാൻ കേട്ടോ. ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഹദീസ് ധരിച്ചു, ഫീഹി വുലിത്തു, അതിൽ ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ജന്മത്തിന്റെ കാരണം കൊണ്ടാണ് ആ നോമ്പ് ഇതായത്, അതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. അതുകൊണ്ട് പറയുന്നു ഈ ഹദീസിനൊരു അസ്ലാണ്, തെളിവാണ്. മാത്രവുമല്ല മഹാന്മാരെ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ശാം റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഓൽക്കൊന്നും ഉസൂൽ ഇരുന്നില്ല. ഈ ആയത്ത് പോരാ. ഇമാം യാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു, ഇമാം യാഫി റളിയല്ലാഹു അൻഹു, എത്ര ആൾക്കാർ, ഇമാം സഖാവി തുടങ്ങിയ ആൾക്കാരൊക്കെ ഇതിന്റെ ഉസൂലല്ലേ, ഇതൊന്നും ഉസൂലൊന്നും തിരിയാത്തോല. നിങ്ങൾ ഒരുത്തൻ മാത്രം ഇതൊക്കെ പഠിച്ചു തിരിക്കുന്ന അമ്പലൂല്ലേ?
അതുകൊണ്ടാണ് ചോദിച്ചത്. ഓൽക്കൊക്കെ തിരിഞ്ഞ ആയത്താണ്. ഈ ആയത്തൊന്നും ഓല് പിട്ടിന് കൂട്ടിയല്ല കേട്ടോ. പിട്ടിനുണ്ട് പഴംകുഴി കുഴച്ച് കൂട്ടല്, അതുകൊണ്ട് കൂട്ടിയതല്ല. പിന്നെ ദർസ് പോയാൽ പഠിക്കൂലെന്ന്. പഠിച്ചോ പഠിച്ചില്ലേ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അവിടെ നിൽക്കിങ്ങി. അപ്പം അതുകൊണ്ട് ഓതണം. നീ ഓരോ ആയത്ത് ഇതിൻ്റെ തെളിവല്ല. കാരണം ഇത് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. പഠിപ്പിച്ച വിഷയം ഈ ആയത്തിന്റെ വിഷയത്തിൽ പെടൂല. പഠിപ്പിക്കാത്തതിനെ കുറിച്ച് ആയത്തുണ്ടോ അതൊക്കെ ഇവിടെ ഓതിയും വേണ്ട. ഞങ്ങൾ ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു വിഷയം ആയതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. എന്തായാലും ഇപ്പൊ ഞാന് ഹദീസാണ് ഉദ്ധരിച്ചത് എന്നതല്ല. ഇപ്പൊ ഞാൻ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ ഹദീസ് ഉദ്ധരിക്കേണ്ട സമയമല്ലല്ലോ. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്ന, ചോദ്യങ്ങൾ ഞാൻ പറയുന്ന ആ ഉത്തരത്തിനെ ഗണ്ണിക്കാണ്. പക്ഷെ നിങ്ങൾ ഗണ്ണിക്കാൻ കഴിയില്ല. എന്തായാലും സഹോദരന്മാരെ, ഇവരിട്ടിരിക്കുന്ന ഈ ഇബാറത്തിൽ ഒരു കാര്യം മനസ്സിലായി. എന്ത്? ഇമാം ഫാക്കിഹാനി റഹ്മഹുല്ലാ അടിസ്ഥാനപരമായിട്ട് യാതൊരു തെളിവും ഇതിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സുയൂത്തി റഹ്മഹുല്ലാ പറയുന്നു അടിസ്ഥാനം സുന്നത്തിലുണ്ട്, ഖുർആനിൽ ഇല്ല, ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന സുയൂത്തിക്ക് പോലും എന്ത് മനസ്സിലായിട്ടില്ല? ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങളുടെ സുയൂത്തിക്ക് പോലും ഖുർആനിൽ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. പിന്നെ നിങ്ങളോ നിങ്ങളുടെ ആ ഉസ്താദുമാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ആളുകളെയും ആ പ്രവർത്തനത്തെയും ഞങ്ങൾ വിളിച്ചെറിയുന്നു അറബിക്കടലിലേക്ക്. മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഈ അംഗീകരിക്കപ്പെടുന്ന ആ പണ്ഡിതന്മാർ പോലും ഖുർആനിൽ അടിസ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, സുന്നത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് ഇവിടെ എന്ത് പറയുന്നു? സുയൂത്തി റഹ്മത്തുള്ള ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ള എന്ന് പറയുന്നു. ആ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? സലഫുസ് സാലിഹീൻ അമലുൽ മൗലിദ് എന്തില്ല, സ്ഥിരപ്പെട്ടില്ല. പക്ഷെ എന്താണ്? നല്ല കാര്യം ചെയ്തത് ബിദ്അത്ത് ഹസനയാണ്, ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ബിദ്അത്ത് മസ്മൂമാണ് എന്നാണ് എനിക്ക് പറഞ്ഞു. പക്ഷേ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെ കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന നബിദിനം ബിദ്അത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ബിദ്അത്ത് തന്നെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. വ്യക്തമായി തന്നെ ഈ കിതാബിൽ വ്യക്തമായി വിദ്യാർത്ഥിന്റെ ഇബാദത്തിൽ പറയുന്നു തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ, എന്ത്? ദീനിൽ പുതുതായി ഉണ്ടാകുന്ന പാതകൾ, തുദാഹി ശർഇയ്യ, ശരീഅത്തിന് സാദൃശ്യമാകുന്ന രീതിയിൽ. എന്താണ് ആ ഉണ്ടാക്കുന്ന ആളുടെ ഉദ്ദേശം? യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന, അല്ലാഹു തആലക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് കവിയുന്ന കാര്യങ്ങൾക്കാണ്, ദീനിലുണ്ടാക്കുന്ന പുതുതായ പാതകൾക്കാണ് ബിദ്അത്ത് എന്നുള്ളത് വ്യക്തമായി തന്നെ ഈ ആയത്തിന്റെയും ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. എന്നിട്ടോ തുദാഹി ശർഇയ്യ എന്ന് പറയുന്ന ആ ഭാഗത്തിനെ വ്യക്തമായി തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ഉദാഹരണം നോക്കിക്കോളൂ. വമിൻഹാ ഇൽതിസാമുൽ കൈഫിയാതി വൽ ഹൈഅത്തിൽ മുഅയ്യന كالذكر بهيئة الاجتماع على صوت واحد واتخاذ يوم ميلاد النبي صلى الله عليه وسلم إذا എന്ത്? ബിദ്അത്ത്. എന്ത്? ഇത്തിഹാദ് യൗമ മിലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ തുദാഹി ശർഇയ്യ, ശരീഅത്തിന് സാദൃശ്യമാകുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പുത്തൻ ആചാരമാണ്. ശരീഅത്തിൽ മസ്മൂമായ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്നുള്ളത് വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ ബിദ്അത്തിന്റെ തരീഫ് നൽകിയതിന് ശേഷം ഉദാഹരണ സഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ മാത്രമല്ല മറ്റൊന്നും കൂടി പഠിച്ചോളി. കൂട്ട പ്രാർത്ഥന നമസ്കാര ശേഷം ഒറ്റ സ്വരത്തിൽ പറയുന്നതും ഇത് ബിദ്അത്താണെന്നുള്ളതും കൂട്ടി പഠിച്ചോ. ഈ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ കൊണ്ടുവന്ന ആ സുയൂത്തി ഇബാറത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആദ്യത്തെ ആ ബോംബുണ്ടല്ലോ ഖുൽ ബിഫദ്ലില്ലാഹി, അത് അടിസ്ഥാനമുള്ള തെളിവല്ല എന്ന് പോലും സുയൂത്തി മനസ്സിലായില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കില്ല, അത് ഞങ്ങൾ വലിച്ചെറിയുന്നു. പിന്നെ സുയൂത്തി പറയുന്ന കാര്യങ്ങളൊക്കെ സലഫുസ് സാലിഹീൻ അങ്ങനെ മനസ്സിലാക്കിയതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യം അതൊക്കെ ഞാൻ പഠിപ്പിച്ചു ഇൻഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം നിനക്ക് എങ്ങനെയാണ് ആയത്തും ഹദീസും സലഫുസ് സാലിഹീൻ മനസ്സിലാക്കിയ രീതിയിൽ അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് ഞാൻ പഠിപ്പിച്ചു. ഇപ്പൊ അവസാനത്തേലും പറഞ്ഞെന്താ? ആയത്തല്ല സുയൂത്തിമാൻ കൊടുത്തത്, സുന്നത്താണ്. അപ്പൊ സുന്നത്തിലുണ്ടല്ലേ? എന്നാ പിന്നെ അതിന് മറുപടി സുയൂത്തിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഈ ഹദീസ് ഓതിയിട്ട് എന്താ ഒന്നും തൊടാത്തത്? ഫീഹി ഉരിത്തു, ഞാൻ അതിലാ ജനിച്ചതെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച്? അതിൽ ഞാൻ ജനിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നോമ്പ് റസൂലുള്ള പഠിപ്പിച്ചോ?
റസൂലുള്ള പഠിപ്പിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ആയത്ത് ബാധകമല്ല, അതുകൊണ്ട് ആയത്താണ് ഞാൻ ചോദിച്ചത്, ഈ കിതാബല്ല. ആയത്തിങ്ങോത് ആയത്തിങ്ങോത് ഒന്ന്. ഇനി അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി പിടിച്ചോ. മഹാനായ ഇമാമുൽ സുയൂത്തി റളിയല്ലാഹു അൻഹു ഒന്നോട് പിടിച്ചോ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മൗലിദിനെ അംഗീകരിച്ച ആളാണെന്നും ഇതിന് അസ്ലുണ്ട് നിങ്ങൾ എന്നെ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇതിന് അസ്ലുണ്ട് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതേ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഒന്നോട് പറയുന്നുണ്ട്, എങ്ങനെ മതി നല്ലോണം കേട്ടോ. ആമായിട്ടോ അല്ലെങ്കിൽ ഖാസായിട്ടോ ഒരു കോലത്തിലുള്ള ദലീല് മതി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാ മതി. നീ കുറെ ഉസൂല് പഠിച്ചില്ല, എന്റെ തോന്നല് അല്ലാണ്ട് വെറുതെ തോന്നിയാണ് എനിക്ക് ഞാൻ കുറെ വലിയ ഉസൂലിന്റെ ആളാണ് എന്ന് കേട്ടോ. ഒരു തേങ്ങ എനിക്കറിയൂല. കാരണം എന്തുകൊണ്ട് ഇമാമെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല നീ മനസ്സിലാക്കിയത് കേട്ടോ. മാ ഉഹ്ദിസ ഫിദ്ദീനി വലൈസ ലഹു ദലീലുൻ ആമുൻ വലാ ഖാസുൻ യദുല്ലു അലൈഹി. ഇതിനെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ആമായതോ ഖാസായതോ ഉള്ള ദലീല് ഇല്ലാതിരുന്ന മതി. പിന്നെ സുയൂത്തി ഇമാമിന് ഇത് തിരിഞ്ഞില്ല. ഈ റഹ്മത്ത് എന്നുള്ളതിനെ മനസ്സിലാകുന്നുണ്ടോ? ഈ റഹ്മത്ത് എന്നുള്ളതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നൊരു ഈ തഫ്സീർ പറഞ്ഞ ഇമാം ആരാ? ദുറുൽ മൻസൂർ എടുത്തു നോക്കാം. അതാരതാ കിതാബ്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. പിന്നെ രണ്ട് അസ്ലു സുന്നത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സുന്നത്തുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ. ഇനി എന്റെ ചോദ്യം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദി ആണോ? അതിനാണ് ചോദ്യമാണ്. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യനാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പുത്തൻവാദിയാണോ അല്ലേ? അതൊന്ന് പറയാം. മാത്രമല്ല മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കേട്ടോ, വഖദ് ളഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ. വ്യക്തമായി സ്ഥിരപ്പെട്ട, ഇനി പറയാം വ്യക്തമായെന്ന് കൂട്ടിക്കൊണ്ടാണ് വ്യക്തമാവൂല കേട്ടോ, അതോട് കൂടുതൽ പറയാണ്. വ്യക്തമായി സ്ഥിരപ്പെട്ട അസ്ല് എനിക്ക് വെളിവായിട്ടുണ്ട്. വഹുവ മാ സബത ഫി സ്വഹീഹൈനി മിൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ദമൽ മദീനത ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശുറാ ഫസഅലഹും ഫഖാലു ഹുവ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔൻ എന്ന് പറഞ്ഞിട്ട് ആശുറാ ദിവസത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് വന്നപ്പോൾ, മദീനയിൽ വന്നപ്പോൾ അവിടെ വെച്ച് യഹൂദികൾ നോമ്പ് വെക്കുന്നത് കണ്ടപ്പോൾ എന്തിനാ ഇത് എന്ന് ചോദിച്ചു. മനസ്സിലാക്കിക്കോ. ആ സമയത്ത് പറഞ്ഞു, ഫിർഔനെ മുക്കിക്കൊന്ന ദിവസമല്ലേ, ആ ഒരു നിയമത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു നിയമത്തെങ്ങാൻ ഉണ്ടായാൽ ആ ദിവസത്തിൽ നന്ദി പ്രകടിപ്പിക്കണം എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ നിയമത്തായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ എന്തായാലും വേണം എന്ന് പഠിപ്പിക്കുന്ന ധാരാ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പറഞ്ഞു ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന്. അതേപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യമാണ്, ആയത്തിന് ചോദിയിട്ടില്ല. ആ ആയത്തിന്റെ പരിധിയിൽ ഇത് വരുന്നില്ല. കാരണം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആയത്തിന്റെ പേരത്ത് വരില്ല. ഇനി ഈ ഇമാമിങ്ങളൊക്കെ മുബ്തദിഈങ്ങളാണോ? എന്തായാലും സുയൂത്തിക്കോ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവർ രണ്ടുപേർക്കും എന്ത് മനസ്സിലായിട്ടില്ല, എന്ത് ഇവിടെ കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി എന്നുള്ള ആയത്ത് നബിദിനത്തിൽ തെളിവാണെന്നുള്ളത് അവർ കൊണ്ടുവന്നിട്ടില്ല. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ വക ആട് ഖുർആനിൽ നിങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത് ആ അടിസ്ഥാനം നിങ്ങൾ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാർക്കും പോലും എന്തില്ല, മനസ്സിലായിട്ടില്ല. പിന്നെ ഞാനിത് സുന്നത്തിനാണെന്ന് ഞാൻ എവിടെ അംഗീകരിച്ച്? ഞാൻ പറഞ്ഞത് വ്യക്തമാണ് തന്നെ, അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ആ കാലഘട്ടത്തും അതിനെ മുന്നുള്ള കാലഘട്ടത്തും അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം ഉസൂൽ ഫിഖ് പഠിപ്പിച്ചോ നോക്കിക്കോ, ലാ യജൂസു അനുവദനീയമല്ല ഇഹ്ദാസു തഅവീൽ ഫി ആയത്തിൻ ഔ സുന്ന, ഒരു ആയത്തിനെയോ ഒരു സുന്നത്തിനെയോ തഅവീൽ അഥവാ തഫ്സീർ ചെയ്യുക ലം യകുൻ അലാ അഹദി സലഫ്, സലഫ് സാലിഹികളുടെ ഇടയിൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവർ വിശദീകരിക്കാത്ത രീതിയിൽ ഒരു തഫ്സീർ നൽകുന്നത് ലാ യജൂസു. അതുപോലെ തന്നെ വലാ ബയ്യനഹു ലിൽ ഉമ്മ, ആ രീതിയിൽ ഉമ്മത്തിന് അവർ സലഫ് സാലിഹികൾ മനസ്സിലാക്കാത്ത രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ ഇബ്നു അബ്ദുൽ ഹജർ റഹിമഹുല്ലാഹ് സാലിമുൽ മുൻകി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. മാത്രമല്ല നിങ്ങളുടെ പോലുള്ള ബിദ്അത്തിന്റെ ആളുകളുടെ ഒരു ലക്ഷണം തന്നെയാണ് എന്തെന്നറിയോ, വകസീറൻ മാ തജിദു അഹ്ലൽ ബിദ്അ വദ്ദലാല, അഹ്ലൽ ബിദ്അത്തിന്റെ ആളുകളുടെ ഒരു കാര്യമാണ് എന്ത്,
യസ്തദില്ലൂന ബിൽ കിതാബി വസ്സുന്ന, അവർ കിതാബിനെയും സുന്നത്തിനെയും ഒക്കെ തെളിവ് പഠിക്കുന്നു. എന്തിന്? യുഹമ്മിലൂനഹുമാ മദാഹിബഹും, അവരുടെ അഭിപ്രായങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ അവർ എന്ത് ചെയ്യും? തെളിവെടുക്കും. വയുഅബ്ബിറൂന ബിമുസ്തബിഹാതിഹിമാ ഫീ വുജൂഹിൽ ആമത്തി, എന്നിട്ടോ സാധാരണയായിട്ടുള്ളൊക്കെ മുത്തശാബിഹാത്ത് അഥവാ സംശയങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ കൊണ്ടുവരും. ഈ ഖുൽ ബിഫദ്ലില്ലാഹി ആയത്തൊക്കെ ഇതിന് തെളിവാണ് എന്ന നിലക്ക് സാധാരണകൾ പറ്റിക്കും എന്ന് വ്യക്തമായി തന്നെ ഈ രീതിയിൽ എന്താണ് ഈ അബിദഅത്തിന്റെ ആളുകളുടെ സ്വഭാവമാണ്. എന്നിട്ടോ ഇത് ഒരിക്കലും സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കാത്ത രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലാ യസ്ബുത് അനിൽ അവ്വലീൻ അന്നഹും അമിലു ബിഹി അലാ ഹൈൻ വഹുവ അശദ്ദു മിമ്മാ ഖബ്ല, ആ വ്യക്തമായി തന്നെ സലഫു സാലിഹീങ്ങൾ പ്രവർത്തിക്കാത്ത രീതിയിൽ നമ്മളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ മുവാഫഖാത്തുൽ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അതിന്റെ അടിസ്ഥാനം പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു അബ്ദുൽ ഹദ് റഹ്മത്തുള്ളാഹി അസ്സാലിമുൽ മുൻകിരി ഉദ്ധരിക്കുന്നു. ഇനി ഇവരൊക്കെ ഹിജ്റ 7ാം നൂറ്റാണ്ടുകാരാണല്ലോ എന്നുള്ളതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഹിജ്റ 400 ഞാൻ കൊണ്ടുവരും, ഹിജ്റ 500 ഞാൻ കൊണ്ടുവരും. എന്നിട്ട് വ്യക്തമായി തന്നെ എങ്ങനെയാണ് ഒരു ആയത്തിനെയും അതുപോലെ ഹദീസിനെയും മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കും. അവരൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഞങ്ങളും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. വീണ്ടും ചോദിക്കോ, ഈ കുല്ലു ബിദഅത്തിൻ ദലാല എന്നുള്ള എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്ത് അന്ന ഇഖാമത ലൈലത്തുൽ മൗലിദ് അലൽ വസ്ഫിൽ മൗഹൂദിന ബൈനൻ നാസി ബിദ്അത്തുൻ മുഹ്ദസ, അത് വ്യക്തമായി തന്നെ പുത്തൻ ആചാരമാണ്. കാരണം വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്തിലേക്കാണ്. ഇപ്പൊ എന്താ പറഞ്ഞത് അവസാനം? ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ടില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ മുബ്തദിയാണോ? അതിന് മറുപടി ഇങ്ങോട്ട് പറയും. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിലാണ് ഇങ്ങോട്ട് പറയും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആയത്ത് പറഞ്ഞില്ല എന്നല്ലേ? ആയിക്കോട്ടെ, ആയത്ത് പറഞ്ഞില്ല എന്ന് വെക്ക്. എന്നിട്ട് എന്താ ഓല് പറഞ്ഞത്? നബിദിനം പറ്റൂലെന്നോ പറ്റൂന്നോ? എന്റെ അഭിപ്രായത്തിൽ ബിദ്അത്താണല്ലോ. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുബ്തദിയാണോ അല്ലേ? ഇങ്ങോട്ട് പറയിങ്ങോട്ട്. എന്താ എന്റെ ഈ കമന്റ് കാണാത്തത്? പറയും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിൽ ആണ് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞാള്. പിന്നെ മുത്തശാബിഹാത്തായ ആയത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ആര്? ഞാൻ മറ്റോലൊക്കെ ഓലെ കമന്റാട്ടത്. ഓല ഇബാറത്താണ് ഞാൻ ഇവിടെ കമന്റ് ചെയ്തത്. മനസ്സിലാക്കിക്കോ? അതുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിൽ ആണ് തുറന്നും കൂടെ പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ച് നെറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 3-4 ചൊറിയുന്നതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞേക്ക്. ഇവര് മുബ്തദിയാണെങ്കിൽ അതിങ്ങ് പറഞ്ഞേക്ക്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഈ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിൽ ആണ് നിങ്ങോട്ട് പറയേ. എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുക അസുലുണ്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല, അസുലുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്താൻ നോക്കുകയാണ്. എന്തേ ഇത് വലിയ നിയമത്തല്ലേ? എന്നാ പിന്നെ സന്തോഷിന്റെ അല്ലേ? കാരണം ആശൂറ ദിവസത്തിൽ ഫിരാ മുങ്ങിച്ചത്തിന്റെ പേരിൽ യഹൂദികൾ സന്തോഷിച്ചപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എന്താ ചെയ്തത്? 2ാമത്തെ ഒരു നോമ്പ് കൂടി നടപ്പിലാക്കുക. അന്ന് നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഹദീസ് വെച്ചിട്ട് എന്താ പറഞ്ഞത്? അപ്പൊ ഒരു നിയമത്തുണ്ടായാല് ഒരു നിയമത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സന്തോഷിക്കണമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ചെങ്ങായിമാരെ, പിന്നെ ഏറ്റവും വലിയ നിയമത്ത് റസൂലുള്ളാഹി അല്ല, അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടേ എന്നാ പറയുന്നത്? ആര് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. എന്റെ ഇത്രയും നേരം വർത്താൻ പറഞ്ഞതല്ലാതെ ആ കൂടുതലൊന്നും കണ്ടില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിലാണെന്ന് തുറന്നുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ ഈ വളച്ചു കെട്ടില്ലാണ് നേരെ പറഞ്ഞേക്ക്. മുബ്തദിയാണെങ്കിൽ മക്കളെ മുബ്തദിയാണ്, തുടരണ്ട, അത് നോക്കണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്ക്. പിന്നെ മുത്തശാബിഹാതായ ആയത്ത് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് നമ്മളും എതിരല്ല. അത് തെറ്റാണെന്നല്ലേ ആർക്കും തർക്കമല്ല, അത് തെറ്റ് തന്നെയാണ്. ആയത്ത് ഓദ്യ ദുർവ്യാഖ്യാനിക്കുക നിങ്ങളെ പണിയാണ്, ജക്കരിയാന്റെ പണിയാണ്. അതുകൊണ്ട് അതൊന്നല്ല ഇവിടെ ചർച്ച. ഇല്ലാതെ ചർച്ച പറഞ്ഞിട്ട് അതിനല്ല മറുപടി അറിയേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പറയും. എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുക അസുലുണ്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല, അസുലുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്താൻ നോക്കുകയാണ്. എന്തേ ഇത് വലിയ നിയമത്തല്ലേ? എന്നാ പിന്നെ സന്തോഷിന്റെ അല്ലേ? കാരണം ആശൂറ ദിവസത്തിൽ ഫിരാ മുങ്ങിച്ചത്തിന്റെ പേരിൽ യഹൂദികൾ സന്തോഷിച്ചപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എന്താ ചെയ്തത്? 2ാമത്തെ ഒരു നോമ്പ് കൂടി നടപ്പിലാക്കുക. അന്ന് നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഹദീസ് വെച്ചിട്ട് എന്താ പറഞ്ഞത്? അപ്പൊ ഒരു നിയമത്തുണ്ടായാല് ഒരു നിയമത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സന്തോഷിക്കണമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ചെങ്ങായിമാരെ, പിന്നെ ഏറ്റവും വലിയ നിയമത്ത് റസൂലുള്ളാഹി അല്ല, അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടേ എന്നാ പറയുന്നത്? ആര് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. എന്റെ ഇത്രയും നേരം വർത്താൻ പറഞ്ഞതല്ലാതെ ആ കൂടുതലൊന്നും കണ്ടില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുബ്തദിയാണെങ്കിലാണെന്ന് തുറന്നുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ ഈ വളച്ചു കെട്ടില്ലാണ് നേരെ പറഞ്ഞേക്ക്. മുബ്തദിയാണെങ്കിൽ മക്കളെ മുബ്തദിയാണ്, തുടരണ്ട, അത് നോക്കണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്ക്.
പിന്നെ മുത്തശാബിഹാതായ ആയത്ത് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് നമ്മളും എതിരല്ല. അത് തെറ്റാണെന്നുള്ളതിൽ ആർക്കും തർക്കമല്ല, അത് തെറ്റ് തന്നെയാണ്. ആയത്ത് ഓദ്യ ദുർവ്യാഖ്യാനിക്കുക നിങ്ങളെ പണിയാണ്, ജക്കരിയാന്റെ പണിയാണ്. അതുകൊണ്ട് അതൊന്നല്ല ഇവിടെ ചർച്ച. ഇല്ലാതെ ചർച്ച പറഞ്ഞിട്ട് അതിനല്ല മറുപടി അറിയേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പറയും. മുബ്തദിയാണോ അല്ലേ, അവൻ മുബ്തദിയാണോ അല്ലേ എന്നാണ്. ഇപ്പൊ ഒരാളുടെ മുബ്തദിയാണോ അല്ലേ എന്നുള്ളതിന്റെ ചർച്ചയല്ല ഇവിടെ. എന്നാലും നമ്മളെ സഹോദരനൊരു കാര്യം ഞാൻ ഉണർത്തി തരാം. ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, അദ്ദേഹത്തിന്റെ മജ്മൂ ശറഹുൽ മുഹസ്സബിൽ അസ്സലാത്തുൽ മഅറൂഫതു ബിസലാത്തിർ റഗായിബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ റഗായിബ് നമസ്കാരത്തെ പറ്റി പറയുന്നു, വഹാതാനി അസ്സലാത്താനി ബിദ്അത്താനി മുൻകറാനി ഖബീഹത്താൻ. എന്ത് ഈ പറയപ്പെടുന്ന നമസ്കാരം അത് വ്യക്തമായി തന്നെ മുൻകറായ ഖബീഹത്തായ ബിദ്അത്താണ്. എന്നിട്ടോ വലാ യുഗ്തറു നിങ്ങൾ വഞ്ചിതരാവരുത് ബിസകരിഹിമാ ഫീ ഖൂതുൽ ഖുലൂബി വഹിയ ഉലൂമുദ്ദീൻ. ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനും അതുപോലെ തന്നെ ഖൂതുൽ ഖുലൂബിന്റെ ആളായ അദ്ദേഹവും എഴുതിയ കിതാബിൽ നിന്നും നിങ്ങൾ വഞ്ചിതരാവരുത്. ചോദിക്കട്ടെ, അവരവരുടെ കിതാബുകളിൽ ഈ പറയപ്പെട്ട നമസ്കാരമൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മുസ്ലിയാരെ. എന്തുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇമാം ഗസ്സാലിയെ മുബ്തദി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലേ? പറയാൻ പറ്റുമോ? ഇല്ല. ആ രീതിയിൽ അവർ പറയാത്തതുപോലെ നിങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുബ്തദിയാക്കുന്ന പരിപാടി ഞങ്ങൾ ചെയ്യില്ല. കാരണം ഞങ്ങൾ AP ഉസ്താദിന്റെ മക്കളല്ല. പഠിച്ചു വെച്ചു, ഞങ്ങൾ AP ഉസ്താദിന്റെ മക്കളല്ല. വ്യക്തമായി തന്നെ എപ്പോഴാണ് ഒരു കാര്യം മുബ്തദി എന്ന് വിളിക്കാന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ബിദ്അത്ത് എന്ന് ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ എന്താ പറയുന്നറിയോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ മൗലിദ് ആഘോഷത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞതറിയോ? ചില പണ്ഡിതന്മാർ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വഇമ്മാ മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രീതിയിലൊക്കെ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ചിലരാണെങ്കിൽ നസാനികൾക്ക് സാദൃശ്യമാകുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാഹു ഖദ് യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബത്തി വൽ ഇജ്തിഹാദി. അല്ലാഹു തആല അവരുടെ മഹബ്ബത്തിനെയും അല്ലെങ്കിൽ ഇജ്തിഹാദിനെയും ഒക്കെ ചിലപ്പോൾ പ്രതിഫലം ലഭിച്ചേക്കാം. പക്ഷേ ലാ അലൽ ബിദ്അ, ഒരിക്കലും ആ ബിദ്അത്തിന്മേൽ അല്ല. മിൻ ഇജ്തിഹാദി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം എന്ന ബിദ്അത്തിന്മേൽ അല്ല. മഅ്തിലാഫിൻ നാസ് ഫീ മൗലിദിഹി ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു എന്ന അഭിപ്രായം ഇരിക്കെ തന്നെ സലഫ് സാലിഹ്യങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ടോ വ്യക്തമായി തന്നെ സലഫ് സാലിഹ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്താണ്? മഅഖിയാമിൽ മുഖ്തദി ലഹു വഅദമിൽ മാനി മിൻഹു ലൗ കാന ഖൈറാ വലൗ കാന ഹദാ ഖൈറൻ മഹ്ദൻ ഔ റാദിഹാ ലകാന സലഫ് റളിയല്ലാഹു അൻഹും ഹഖ്ഖു ബിഹി മിന്നാ. അങ്ങനെ ഒരു കാര്യം നല്ലതായിരുന്നെങ്കിൽ സലഫ് സാലിഹ്യങ്ങളാണ് അത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവർ. പക്ഷെ അവർ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ ബിദ്അത്ത് ഹസന എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചില പ്രതിഫലം ലഭിച്ചേക്കാം, പക്ഷെ ഒരിക്കലും ആ ബിദ്അത്ത് എന്താവുന്നില്ല, ബിദ്അത്ത് മാറുന്നില്ല. കാരണം സലഫ് സാലിഹീൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യുമായെങ്കിൽ അവരായി ചെയ്യുന്നത് എന്ന് ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ആ വിശദീകരണത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി ഗസ്സാലിയെ പറഞ്ഞ ആ കാര്യത്തെ ബിദ്അത്ത് എന്ന് വിളിച്ചു. പക്ഷെ ഗസ്സാലിയെ മുബ്തദി എന്ന് വിളിക്കാത്ത പോലെ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ആ കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ ബിദ്അത്ത് എന്ന് പറയും. പക്ഷെ അവരെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, മുബ്തദി എന്ന് വിളിക്കുന്നില്ല. കാരണം ഞങ്ങൾ AP കാന്തപുരത്തിന്റെ മക്കളല്ല. അവസാനം പറഞ്ഞതിലുള്ളത് ഉരുണ്ട് പറഞ്ഞ മുബ്തദിയെ ആക്കിയതാണ്. ഇപ്പോൾ ഞങ്ങൾ പറയൂല ഞങ്ങൾ AP ഉസ്താദിന്റെ മക്കളല്ല. നിങ്ങൾ പറയൂ നിങ്ങൾ സക്കരിയന്റെ മക്കളാണ്, അത് മനസ്സിലാക്കണോ? നിങ്ങൾ സക്കരിയന്റെ മക്കളാണ്, അതിനോട് നിങ്ങൾ പറയൂ. നിങ്ങൾ വേണമെങ്കിൽ മുശ്രിക്ക് എന്നെയാക്കൂ. കേട്ടോ, ഇമാം റമലി റളിയല്ലാഹു അൻഹു നിങ്ങൾ കേരളത്തിലെ മൊല്യാമാരെ മാതിരത്തെ മൊല്യാരാണ് എന്ന് വരെ ഇടമുറ്റത്ത് വെച്ച പറഞ്ഞ സക്കരിയന്റെ മക്കളല്ലേ നിങ്ങൾ? കട്ടിട്ട് കുടുങ്ങിയ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അതുമായി അപ്പുറവും പറയും നിങ്ങൾ മുശ്രിക്കുവാക്കുന്ന ആൾക്കാരാണ്. പിന്നെ മൂപ്പർക്ക് നേരെ മുബ്തദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വയ്യിൽ ആളുണ്ടാവൂല എന്നൊരു പേടി. ഈ മുജാഹിദുകൾ എന്നെ തിരിച്ചറിയട്ടെ, മനസ്സിലാക്കി. എപ്പോ മൂപ്പര് വായി തെളിയിച്ചപ്പോ എന്താണ് തെളിയിച്ചത്? ആ പറഞ്ഞത് ബിദ്അത്താണ്, ഞങ്ങൾ മുബ്തദിയാന്ന് പറയൂല. ഈ പറയുന്ന ബിദ്അത്താണ് എന്ന് പറഞ്ഞ ആള് മുബ്തദി അല്ല. നല്ല ഐഡിയ ആണല്ലോ. നല്ല ഐഡിയ. അതിനെക്കൊണ്ട് ഗസാലി ഇമാമിന്റെ ഒരു കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തൽക്കാലം ഒപ്പിച്ചാണല്ലേ. ആയിക്കോട്ടെ, ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ ബിദ്അത്താണ് മൂപ്പര് സംഭവിച്ച്. ചുരുക്കി പറഞ്ഞാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ബിദ്അത്ത് വരി പറഞ്ഞ ബിദ്അത്ത് തിരിഞ്ഞിട്ടില്ല. അതല്ലേ ഇപ്പം വരുന്നത്. ഇവനാണിപ്പോ വലിയ ഉസൂലി കേട്ടോ.
ഒന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ലട്ടോ ബിദിയത്ത് പറഞ്ഞേ. രണ്ടാമത്തത് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഞാൻ ചോദിച്ചു. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ മൂപ്പര് ഇങ്ങനെ വായിച്ച് നേരെ ബിദിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല, മുബ്തദിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടൂല, മുജാഹിദ് വയ്യലുണ്ടാവില്ല. അതുകൊണ്ടും പറഞ്ഞൊപ്പിച്ചു. ആ പറഞ്ഞ വിധിയത്താണ് ഒരു മുബ്തദിയാന്ന് പറഞ്ഞൊപ്പിച്ചു. ഒളിച്ചു നിന്നുള്ള കല്ലേറ് അത് നടത്തിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇനി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നിക്കോളിട്ടോ. ഒന്നിപ്പോ മുബ്തദിയാണ് ആരാണ്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അടുത്തതോ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് വരാൻ പോകുന്നത് മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു. ശരിക്കും മനസ്സിലാക്കി ആരാ ഇമാം നവവി? അവിടുത്തെ ശിഷ്യനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആരാണ്? ശരിക്കും പഠിച്ചു വെച്ചോ. ഒരു കറാഹത്ത് ചെയ്യാതെ ജീവിച്ചു. എന്നും നോമ്പ് വിൽക്കാൻ വാപ്പ കൊണ്ടുവരുന്ന ഭക്ഷണം ഹറാമായ ഭക്ഷണം തിന്നു പോകുമെന്ന് പേടിച്ചിട്ട് വാപ്പ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ച മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ അടക്കം ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മൗലിദിനോട് ഒത്തുവരുന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വന്ന മൗലിദ് അഥവാ ജനനം വരുന്ന ദിവസം അതിനോടൊത്തിട്ട് നമ്മളെ നാട്ടിൽ അല്ലെ നമ്മളെ കാലത്ത് ഇപ്പൊ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പതിവുണ്ട്. എന്ത് മിന സ്വദഖാത്തി, സ്വദഖകൾ ഞങ്ങളതിനായാല് വൽ മഅറൂഫി നല്ല കാര്യങ്ങള്, വൈദ്ഹാരി സീനത്തി നല്ല എന്താ സീനത്ത് ഭംഗി എന്ത് ചെയ്യാ പുറത്തെടുക്കുക എന്താ വെച്ചാൽ എന്താ അലങ്കാരം, അതാണ് അതിന്റെ മലയാളം. അലങ്കാരങ്ങള്, വസ്സുറൂരി സന്തോഷം, ഇതെല്ലാം ഫൈനദാലിക മുശ്ഇറും ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല പിന്നെന്തിനേയും ഇത് ചെയ്യുന്ന ആളെ കൽബിലുള്ള തെളീമും മാത്രവുമല്ല. എന്നിട്ട് പറഞ്ഞു വശുക്രൻ ലില്ലാഹി തആല അലാമാ മന്ന ബിഹി മിൻ ഈജാദി റസൂലില്ലാഹി അല്ലദീ അർസലഹു റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ട് പടച്ച അള്ളാഹുവിന്റെ റസൂലിനെ ഉണ്ടാക്കിയതിന് അള്ളാഹുവിനോട് ശുക്രുമായിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നല്ലതാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉസ്താദ് പറഞ്ഞത്. പറഞ്ഞു വിധിയത്തല്ലേ ആണെന്ന് വേഗം കൂടെ പറഞ്ഞേക്ക്. എന്നാ പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. വേഗം പറഞ്ഞോ ആണെന്ന് പറയേണ്ടി ഇറങ്ങി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ തള്ളി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ തള്ളി. രണ്ടാമത് പറഞ്ഞു ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു. വേഗം തള്ളിക്കാള്. ഇബ്നു ഹജറിനെയും അതുപോലെ സുയൂത്തിയെയും ഒക്കെ ഞാൻ മുബ്തദിയാക്കിയത് ഉരുണ്ട് പരണ്ട് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ഉരുണ്ട് പരണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി സ്വലാത്തുർ റഗായിബ് ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോൾ ആ ഉദ്ധരിച്ച ഇഹ്യാ ഉലൂമുദ്ദീൻ മുസന്നിഫ് ഇമാം ഗസ്സാലിയെ മുബ്തദിയാന്ന് ഉരുണ്ട് പരണ്ട് പറഞ്ഞതാണ് നിങ്ങൾ സമ്മതിക്കുന്നു. വ്യക്തമായി തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മജ്മൂ ശറഹ് മുഹദ്ദബിലും മാത്രമല്ല പല കിതാബുകളിലും പറഞ്ഞൊരു കാര്യമാണ് ഇഹ്യാ ഉലൂമുദ്ദീന്റെ കാര്യത്തിൽ. ആ പറഞ്ഞ കാര്യം ബിദ്അത്തും മുൻകറും ഖബീഹത്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ പണ്ഡിതരാവത് ഇഹ്യാ ഉലൂമുദ്ദീൻ വായിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പറഞ്ഞ ബിദ്അത്ത് പറഞ്ഞ ആളിനെ മുബ്തദി എന്ന് ഉരുണ്ട് പരണ്ട് പറഞ്ഞതാണോ മജ്മലി അതോ ആണോ? അങ്ങനെ പറഞ്ഞതാണോ? അത് കാരണം പറഞ്ഞു നിങ്ങൾക്ക് ഉസൂൽ ഫിഖിന്റെ ഒരൊറ്റ ശരിക്കും ഒരൊറ്റ കിതാബ് നിങ്ങൾ വായിച്ചിട്ടില്ല. കാരണം ഒരു കാര്യം ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൾ മുബ്തദി എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചർച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളതല്ല, ഇപ്പോൾ നമ്മൾ സംവാദത്തിന്റെ വിഷയമാണ്. സംവാദത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഉസൂൽ ഫിഖിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ എപ്പോ എന്തായാലും സമയമില്ല. വ്യക്തമായി തന്നെ നിനക്ക് ഈ ജഹാത്തുകൾ ഇൻഷാ അല്ലാഹ് തീർത്തു തരാം. ഇവിടെ സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ കാലശേഷം വന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? മുല്ല അലിയുൽ ഖാദി റഹ്മത്തുള്ളാഹ്. ഇബ്നു ഹജർ ഹൈതമിയുടെ സ്വന്തം ശിഷ്യരാണ്. പേരോട് പോലും കാല് കോച്ചിയപ്പോൾ അഥവാ കാല് കോച്ചിയ മുഹമ്മദ് എന്ന ഹദീസിന്റെ ഷറഹിന് വേണ്ടി കൊണ്ടുവന്ന പണ്ഡിതനാണ് ആ മുല്ല അലി റഹ്മത്തുള്ളാഹ്. അദ്ദേഹം പറയുന്നു, എന്തിന് പറയുന്നു? നിങ്ങൾ ഈ കൊണ്ടുവരുന്ന മൗലിദിനാഘോഷത്തിന് എതിരായിട്ട് പറയുന്നു. എന്താ പറഞ്ഞറിയോ? ഒരു വാദത്തെ ഗണ്ണിക്കുന്നു അദ്ദേഹം. വഇദാ കാന അഹ്ലുസ് സ്വലീബി ഇത്തഖദൂ ലൈലത മൗലിദിൻ നബിഹിം ഈദൻ അക്ബർ.
ഈ നസ്രാണികളൊക്കെ അവരുടെ നബി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആഘോഷം എന്ത് ചെയ്യുന്നു, വലുതായി കൊണ്ടുവരുന്നു. അപ്പോ ഇസ്ലാമിന്റെ ആളുകൾ അതിനെക്കാട്ടും ചെയ്യണ്ടേ എന്ന ആ കാര്യത്തിന് പറയുന്നു, മിമ്മ യർദു അലൈഹി അന്ന മഅ്മൂറൂന ബിമുഖാലഫതി അഹ്ലിൽ കിതാബ്, നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അഹ്ലുൽ കിതാബിന് എതിരാവാണെന്ന്, അതല്ലാതെ അവർ സാദൃശ്യം ചെയ്യാനല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ മുല്ലാ അൽ ഖാദി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു. മുല്ലാ അൽ ഖാദി റഹ്മത്തുള്ളാഹ് മറ്റുള്ളവരെ മുബ്തദിയാക്കുന്ന പണ്ഡിതനാണ് നിങ്ങൾക്ക് വിളിക്കാൻ ധൈര്യമുണ്ടോ? മുസ്ലിയായ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ബിദ്അത്താണോ ബിദ്അത്തല്ലേ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുബ്തദിയാക്കുന്ന ചിത്രീകരണം നിങ്ങൾക്കറിയില്ല. മാത്രമല്ല വീണ്ടും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്തറിയും, വലൈലത്തുൽ മൗലിദി ലം യകുൻ സലഫുസ് സാലിഹ് വഹും അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിയൂന ലഹും, അവരെന്ത് ചെയ്തിട്ടില്ല, ഈ രീതിയിൽ മൗലിദാഘോഷം നടത്തിയിട്ടില്ല. അവരാണ് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊക്കെ ഏറ്റവും തഅലീമുള്ള ആളുകൾ, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ അള്ളാഹു തആല ശറയിലാക്കുമായിരുന്നു, പക്ഷെ ശറയിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ അബു അബ്ദുൽ ഗഫാർ അൽ ഖർനാത്തി അഥവാ ഈ വ്യക്തമായി തന്നെ മൊറോക്കയിലെ പണ്ഡിതനായ അദ്ദേഹം ഹിജ്റ 900 മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ മൗലിദാഘോഷം എതിർത്തുകൊണ്ടുള്ള ഫത്വ വ്യക്തമായി തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത്, ഈ പണ്ഡിതന്മാർക്കൊക്കെ നിങ്ങൾ ഈ പറയുന്ന ആയത്തുകളോ നിങ്ങൾ ഈ പറയുന്ന ഹദീസുകളോ ഒന്നും ഇതില്ല, മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ്, സുയൂത്തി റഹ്മത്തുള്ളാഹി കൊണ്ടുവന്ന തെളിവ്, അത് അങ്ങനെ സലഫ് സാലിഹികൾ മനസ്സിലാക്കാതെ കൊണ്ട് തന്നെ അവരങ്ങനെ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളും പ്രവർത്തിക്കുന്നില്ല. കാരണം സലഫ് സാലിഹിങ്ങളാണ് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊക്കെ അവർ മനസ്സിലാക്കിയതും ആ രീതിയിൽ അവർ പ്രവർത്തിച്ചും. അവരുടെ ആ ഇത്തിബാണ്, അവരുടെ ആ വിശ്വാസമാണ്, അവരുടെ ആ പ്രവർത്തനമാണ് ഞങ്ങൾക്കും ഇത്തിബാ. പിന്നെ മിണ്ടിയില്ലല്ലോ അബൂശാമ തങ്ങളെ കാര്യം മിണ്ടിയില്ലല്ലോ. പിന്നെ പറഞ്ഞെന്താ കൊണ്ടുവന്നത്, ഈ സലഫ് ഇതേ നമ്മൾ ചെയ്യൂ. അപ്പൊ ബലൊക്കെ പറഞ്ഞത് സലഫ് പറഞ്ഞതിന് എതിരാണ്, അതല്ലേ പറഞ്ഞത്? അതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം? പറയണം, തുറന്നും ഇങ്ങോട്ട് പറഞ്ഞേക്ക്. എന്തിനാ അങ്ങനെ പേടിച്ച് കുത്തിരിക്കുന്നേ? നിങ്ങൾ എല്ലാരും മുശ്രിക്കാക്ക്, നിങ്ങൾക്ക് ഇപ്പൊ മുബ്തദിയാന്ന് പറയാൻ വലിയ പേടിണ്ട് അല്ലേ? അതുകൊണ്ട് നല്ലോണം മനസ്സിലായി. ഈ ആയത്തൊക്കെ ഓലും കണ്ടോലെന്നാ. ഇനി ഒരു ആയത്തിൽ അങ്ങനെ പെടുമെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ ആയത്തൊക്കെ ബലി പിട്ടിന് കൂട്ടിയതല്ലയോ? മനസ്സിലാക്കി വെച്ചോ. ഈ ആയത്തൊക്കെ ഓലും കണ്ടിട്ടുണ്ട്. എല്ലാ ആയത്തും ഹദീസും ഒക്കെ പഠിച്ച ഹാഫിളീങ്ങളായ ആളുകളാണ് ഈ പറഞ്ഞത്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുബ്തദിയാണ്, ആണെന്ന് തുറന്നുകൊണ്ട് പറഞ്ഞേക്ക്. രണ്ടാമത്തേത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിധിയത്താണല്ലേ? വിധിയത്താണല്ലേ? ഇപ്പൊ സ്വർഗത്തിൽ ഇപ്പൊ ഇഞ്ഞി മാത്രമേ ഉള്ളൂ. 1500 കൊല്ലത്തിന്റെ അടുക്ക് ഇപ്പൊ ഇഞ്ഞി ഒരുത്തം മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്വർഗത്തിൽ. ശരിക്കും മനസ്സിലാക്കിക്കോ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇല്ലാത്തൊരു സ്വർഗം, അത് നരകമല. നല്ല മനസ്സിലാക്കി വെച്ചോ. ഇനിയും കേട്ടോ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആരാ? മനസ്സിലാക്കി വെച്ചോ. 40 കൊല്ലം വരെ ജീവിച്ചിട്ടുള്ളൂ. 40 കൊല്ലം വരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവിടുത്തെ കിതാബിന്റെ ഖിദ്മത്തെടുത്ത ആൾക്കാരാണ് ആര്? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, മഹല്ലി ഇമാമ്, റംലി ഇമാമ്, അങ്ങനെ തുടങ്ങി ഇമാമിങ്ങൾ ഒക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഖിദ്മത്തെടുത്തു. ഹറാം ഭക്ഷിക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് വരെ പറഞ്ഞു ഈ വിധിയത്തെ. മനസ്സിലാക്കി വെച്ചോ, ഈ വിധിയത്ത് ഇപ്പൊ ഓല ഉസ്താദ് വരെ അബൂശാമ റളിയല്ലാഹു അൻഹുവിന് വരെ ഈ വിധിയത്ത് തിരിഞ്ഞില്ല. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് തിരിഞ്ഞില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന് തിരിഞ്ഞിട്ടില്ല. പിന്നെ അബൂശാമ റളിയല്ലാഹു അൻഹുവിനോ തിരിഞ്ഞിട്ടില്ല. പിന്നെ പാകെ തിരിഞ്ഞ ഒരുത്തൻ ഇപ്പോ ഗൾഫിൽ ഒരുത്തനുണ്ട്. അത് ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കേണ്ടതില്ല. അബൂശാമ റളിയല്ലാഹു അൻഹു മുബ്തദിയാക്കിയാൽ വേഗം പറഞ്ഞേക്ക് അതൊക്കെ ബിദിഅത്താണ്. ഓൽക്കാർക്കും തിരിഞ്ഞില്ല, എനിക്ക് ഒരുത്തനെ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞേക്ക്. എന്താ ഇത്ര വലിയ ബേജാറ്? അങ്ങ് പറഞ്ഞേക്ക്. ഈ 3 മിനിറ്റ് പറയുന്നതിന്റെ ഇടയ്ക്ക് ഇതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. ഈ അബൂശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന്ന് അലങ്കാരം വേണം, അതേപോലെ എല്ലാം പറഞ്ഞു വെച്ചില്ലേ. എന്താ ഒന്നും മിണ്ടാത്തത്? അതുകൊണ്ട് പറയിങ്ങോട്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബിദിഅത്താണെന്ന് തുറന്നിങ്ങ് പറഞ്ഞേക്ക്. ആൾക്കാർക്ക് തിരിയട്ടെ. ഇപ്പൊ ബിദിഅത്ത് ഇവരൊക്കെ ഒന്നും തിരിയാത്തൊരു ബിദിഅത്താണ് എന്റെ കയ്യിലുള്ളത്. കേൾക്കുന്ന ആൾക്കാർക്ക് തിരിയട്ടെ. നല്ലോണം തുറന്ന് പറയത്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾക്ക് അത് തിരിഞ്ഞിട്ടില്ല, എനിക്ക് ഇപ്പൊ തിരിഞ്ഞുള്ളൂ, എന്നോട് ഓൽക്കൊന്നും തിരിഞ്ഞില്ല, എന്നോട് ഓലൊക്കെ പെട്ടു. ഏതാണ് പറഞ്ഞേക്ക്? പറയിങ്ങോട്ട്. പിന്നെ അടുത്ത് സുയൂത്തി ഇമാമിനൊന്നും തിരിഞ്ഞിട്ടില്ല, ഓലൊക്കെ അസുലുണ്ടെന്ന് വെറുതെ തമാശ പറഞ്ഞതാണ്. എനിക്കത് തിരിഞ്ഞിട്ടുള്ളൂ, അല്ലെ പിന്നെ പൊട്ടീസ് പറഞ്ഞതാണ് പറ്റിക്കാനേ.
അബൂ ഷാമല്ല, ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഈ ജിമാദ് തന്നെ. ഇപ്പൊ അബൂ ഷാമിന്റെ പേരെടുത്ത് പറയണോ? ഇബ്നു ഹജർ അസ്കലാനി അതുപോലെ സുയൂത്തി പറഞ്ഞപ്പോ പേരെടുത്ത് പറഞ്ഞു. ഇത് അബൂ ഷാമിന്റെ പേരെടുത്ത് പറഞ്ഞോ? പേര് നിങ്ങൾ ആരൊക്കെ പേരെടുത്ത് പറഞ്ഞോളൂ. ആ പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ആ പറയുന്ന കാര്യം ബിദ്അത്ത് തന്നെ. അത് ഏത് പണ്ഡിതനെ ഉദ്ധരിച്ചാലും. കാരണം എന്താണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശറയിൽ കൽപ്പിച്ചിട്ടില്ല. അതുപോലെ അല്ലാഹു തആല അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സലഫുസ് സാലിഹീങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹിജ്റ 400 മരണപ്പെട്ടു പോയ ഇബ്നു സൈദ് അൽ ഖൈറവാനി റഹിമഹുല്ലാഹ് അതിന്റെ ഖവായിദ് പഠിച്ചു വെച്ചിനി. അത്തസ്ലീമു ലിസ്സുനനി ലാ തആറദു ബിറഈ വലാ തുദ്ഫൽ ബിഖിയാസ്. എന്താണ്? സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതാണ് ഏറ്റവും സൂക്ഷ്മതയുള്ളത്. ഇതല്ല, ഒരിക്കലും റഈനോ അതുപോലെ തന്നെ ഖിയാസിനോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതിനെ അവലംബിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വമാ തഅവ്വലുഹു മിൻഹ സലഫുസ് സാലിഹ് തഅവ്വൽനാഹു. സലഫുസ് സാലിഹീങ്ങൾ തഅവീൽ ചെയ്യാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. സലഫുസ് സാലിഹീങ്ങൾ അങ്ങനെ ഒരു ആയത്തിനെയോ ഒരു ഹദീസിനെയോ വിശദീകരിച്ചിട്ടില്ല. ഒരു ആയത്തിനെയോ ഒരു ഹദീസിനെയോ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല? വിശദീകരിച്ചിട്ടില്ല. വമാ അമിലു ബിഹി അമിൽനാഹു. അവർ ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. വമാ തറഖൂഹു തറക്നാഹു വകുല്ലു മാ ഖദ്ദംനാ ബിദിക്രിഹി ഫഹുവ ഖൗലു അഹ്ലിസ് സുന്നത്തി വഅഇമ്മത്തിൻ നാസ്. അവർ ചെയ്ത കാര്യങ്ങളാണ് എന്ത്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പാത. അവർ ചെയ്യാത്ത കാര്യങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പാത എന്ന് വ്യക്തമായി തന്നെ ഇബ്നു സൈദ് അൽ ഖൈറവാനി റഹിമഹുല്ലാഹ് ഹിജ്റ 400 മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്. അവർ പറയുന്നു എങ്ങനെയാണ് ഒരു ഹദീസിനെയും ഒരു ആയത്തിനെയും മനസ്സിലാക്കേണ്ടത്. ആ ആയത്തിനും എതിരായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും മുജ്തഹിദായ പണ്ഡിതനാകട്ടെ മുജ്തഹിദല്ലാത്ത പണ്ഡിതനാകട്ടെ, അവർ പറഞ്ഞ ഒരു അഭിപ്രായം തെറ്റാണെങ്കിൽ ആ അഭിപ്രായം തെറ്റാണെന്ന് പറയും. പക്ഷെ ആ തെറ്റായ അഭിപ്രായം കൊണ്ട് അദ്ദേഹം മുബ്തദിയാണെന്നുള്ളത് നിങ്ങളെ പോലത്തെ നാക്ക് ഞങ്ങൾക്കില്ല. കാരണം ഇവിടെ വ്യക്തമായി തന്നെ ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു എന്ത്? ഇബ്നു ഖുസൈമ അദ്ദേഹം കിതാബു തൗഹീദ് എഴുതിയത് കിതാബു ശിർക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കിതാബു ശിർക്ക് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മുശ്രിക്കാണെന്ന് വിളിച്ചിട്ടില്ല. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് മുഹദ്ദിസും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അവിശ്വാസക്കാരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ എഴുതിയ കിതാബ് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഒരിക്കലും ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം മുശ്രിക്കാണെന്ന് വിളിച്ചിട്ടില്ല. കാരണം അദ്ദേഹം AP കാന്തപുരം ഉസ്താദിന്റെ മകൻ അല്ല, അതുപോലെ തന്നെ AP ഖുറാഫി അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യം ബിദ്അത്താണെന്നും ശിർക്കാണെന്നും വ്യക്തമായി തന്നെ അവർ പറയുക തന്നെ ചെയ്യും. ഏതുപോലെ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂ ശറഹ് മുഹദ്ദബിൽ വിറായിബ് നമസ്കാരം ബിദ്അത്താണെന്ന് പറഞ്ഞു. പക്ഷേ ഇമാം ഗസ്സാലി മുബ്തദി എന്ന് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇമാം അബൂ ഷാമായിക്കോട്ടെ, ഏത് പണ്ഡിതനായിക്കോട്ടെ, നിങ്ങൾ എന്ത് പണ്ഡിതം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഹിജ്റ 6-ാം നൂറ്റാണ്ടിന് ശേഷമല്ലേ ഈ പണ്ഡിതന്മാരൊക്കെ വന്നുള്ളത്. ആ പണ്ഡിതന്മാർക്ക് മുന്നേ ഒരൊറ്റ പണ്ഡിതനും എന്ത് ചെയ്തിട്ടില്ല? അവരുടെ കിതാബുകൾ ഒരൊറ്റ വരി പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹീങ്ങൾ ചെയ്ത കാര്യത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയിങ്ങോട്ട് ചുരുക്കി പറഞ്ഞ അബൂഷാമ തങ്ങളെ തള്ളി. അബൂഷാമ തങ്ങളും ഇപ്പൊ ബിദിയത്തേരനായി ചുരുക്കി പറഞ്ഞാല്. അതല്ലേ പണ്ടായത്? മേലെ കേട്ടു നോക്കി. നമ്മളെല്ലാരും ബിദിയത്താന്ന് പറയും, ഓലൊന്നും പറയൂലാന്ന്. അപ്പൊ പറഞ്ഞൊക്കെ ബിദിയത്ത് തന്നെയാണ്. നിങ്ങൾ മുബ്തദിയല്ല. അപ്പൊ അവിടെ എത്തിയതില്ലേ? നിങ്ങൾ പറയുന്നൊക്കെ ബിദിയത്ത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ബിദിയത്ത് പറയുന്ന ആളല്ല. നിങ്ങൾ നല്ല ബുദ്ധി തന്നെയാണ് മൗലവി. ബിദിയത്ത് പറയുന്ന ആളല്ല കേട്ടോ മൂപ്പര്. പിന്നെ ബിദിയത്തേരനൊന്നല്ല, പിന്നെ ബിദിയത്താണ് പറയാ. അത്രേ ഉള്ളൂ. അബൂഷാമ തങ്ങളൊക്കെ തിരിഞ്ഞോ? ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ഇത് തിരിഞ്ഞില്ല. രണ്ടാമത്തെ ഇമാം സുയൂത്തി തങ്ങൾക്ക് തിരിഞ്ഞില്ല. അബൂ ഷാമ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മഹാപണ്ഡിതന്റെ ഉസ്താദായ അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിന് ഇത് തിരിഞ്ഞില്ല. തിരിഞ്ഞതാരൊക്കെയാണ്? എനിക്ക് മാത്രമേ വമ്പനുള്ളൂ. അതപ്പൊ പറഞ്ഞത് ചുരുക്കി പറഞ്ഞപ്പോ അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ ഓലൊന്നും പറയൂല. ഞാൻ ആവശ്യമാണ്, ഞാൻ എപ്പിസാന്റെ മോനല്ല, ഞാൻ ആവശ്യമാണ്, ഞാനൊന്നും പറയൂല. പക്ഷെ പറഞ്ഞത് എന്തിനാണ്? വിധേയത്താണ്. ഒരു വിധേയത്ത് പറയുന്ന ആളല്ല. ഇതല്ലേ പറഞ്ഞത്? ഇക്കളി നടക്കൂല നല്ലോണം ഇങ്ങോട്ട് പറയും. എന്തുകൊണ്ട് വിധേയത്താണെന്നല്ലേ പറഞ്ഞത്? ആയിക്കോട്ടെ, അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോയ സ്വർഗത്തേക്കാണ് ഞങ്ങൾ എന്റെ വയ്യക്കില്ല. ഞങ്ങൾ എന്നെ വലിച്ചെറിയുന്നു വേസ്റ്റ് സാധനമായിട്ട്. പിന്നെ അതിന്റെ ഇടക്കെന്താ പറഞ്ഞത്? AP ഖുറാഫി അല്ല. നിങ്ങൾ ജിന്നൂരി അല്ലേ? അയക്കറിയാ. നിങ്ങൾ ജിന്നൂരി അല്ലേ? ജിന്നേ കാക്കണേ യായിബാദുല്ലാഹി അയ്നൂനി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജിന്നൂരി അല്ലേ നിങ്ങള്? അല്ലേ? അടങ്ങി നിന്നോ. കോണകത്തിന്റെ മുക്കി വെള്ളം കുടിക്കുന്ന ജാതി അല്ലേ നിങ്ങള്? കണ്ണേർ മാറ്റാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് അതൊന്നും അധികം പറയിപ്പിക്കരുത്.
ആരാന്റെ അടിവസ്ത്രം മുക്കി വെള്ളം കുടിക്കുന്ന ജാതിയാണ് നിങ്ങൾ. ആദ്യമൊന്നും അധികം ഇഞ്ഞോട്ട് പറയിപ്പിക്കരുത്, അടങ്ങി നിന്നോ. പിന്നെ എന്തിനാപ്പത് പറഞ്ഞത്? അബൂഷാമ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചോദിച്ചപ്പോൾ അത് ബിദിയത്താണെന്ന് പറയാൻ മൂപ്പർക്ക് വലിയ വിഷമം. എന്നാൽ ബിദിയത്ത് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാൾ വലിയ കഷ്ടപ്പാടാണ്. 2 തല മൂർച്ചുള്ളതായതുകൊണ്ടാണ് ഇപ്പൊ മൂപ്പരാകെ കുടിക്കുക. അതിന് ദേഷ്യം പിടിച്ച ഖുറാഫീന്നും പറ്റേ ഏപിസ്താദിനൊക്കെ പറഞ്ഞു നോക്കുക. അതിലൊന്നും നിങ്ങൾ കഴിച്ചിലാകാൻ പോണില്ല. പോലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മനസ്സിലാകാത്ത ബിദിയത്ത്, സുയൂത്തി ഇമാമിന് മനസ്സിലാകാത്ത ബിദിയത്ത്, അബൂഷാമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ ഇമാമിന് മനസ്സിലാകാത്തൊരു ബിദിയത്ത് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു മുബ്തദീന്റെ അടുക്കലാണല്ലോ ഇമാം നബവി തങ്ങൾ പഠിച്ചത്, ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ നിങ്ങളിപ്പോ അവസാനം വായിച്ചൊരു ഒരു ഇബാറത്തുണ്ട്. ആ ഇബാറത്തിന്റെ കഥ എന്താണ്? സലഫ് ചെയ്യരുത്, അതല്ലേ ഉള്ളൂ. സലഫ് ചെയ്യാതെ സലഫ് ഒന്നും സുന്നത്തവും പോറ്റില്ല. തിങ്കളാഴ്ച അതും പറയും, തിങ്കളാഴ്ച സുന്നത്തവും പോറ്റിണോ? എന്തിനാ? ഈ ഒലിത്തോ അതിൽ ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ ജനിച്ച ദിവസത്തിൽ നോമ്പോണ്ട് ഓലും കാര്യം നിർത്തിയണോ? ഉണ്ടോ? അപ്പൊ സലഫ് ചെയ്ത വിഷയം തന്നെയാണ്. അതുകൊണ്ട് ആ ഇബാർത്ത് നിങ്ങൾക്കെതിരാണ്. ആ ഇബാർത്തെ നിങ്ങളവിടെ പൊരേലവിടെ വെച്ചോളി, അത് ഞമ്മക്കെതിരല്ല, ഞങ്ങൾക്കെതിരല്ല. കാരണം എന്താ? സലഫ് ചെയ്ത വിഷയമാണ്. സലഫ് ചെയ്യാത്തത് ചെയ്താലുള്ള ഇബാർത്ത് ഞങ്ങൾക്ക് ബാധകല്ല. കുറെ ഇബാർത്ത് ഇങ്ങനെ വായിച്ചതുകൊണ്ട് കാര്യമല്ല. പിന്നെ അതിന്റെ പുറമെ നിങ്ങൾ വേറെ തട്ടിപ്പും എല്ലാ സംവാദത്തിലും നടത്താറുണ്ട്. എന്ത് പിന്നെ നിങ്ങൾ വലിച്ചു പറഞ്ഞ വേണ്ടിയതും നിങ്ങൾ വ്യക്തമായി തന്നെ ഷാത്തിബിയെ നിങ്ങൾ വലിച്ചിരുന്നു, ഷിഹാബുൽ ഹനീഫൻ നിങ്ങൾ വലിച്ചിരുന്നു, മുല്ല അൽ റഹ്മത്തുള്ളാഹി വലിച്ചിരുന്നു, ഇബ്നുൽ ഹാജർ വലിച്ചിരുന്നു, അതുപോലെ ഷെയ്ഖ് സഅദ് ബിൻ റഹ്മത്തുള്ളാഹി വലിച്ചിരുന്നു, ഇബ്നു റജബ് അൽ ഹംബലി വലിച്ചിരുന്നു, അതുപോലെ അബൂ അബ്ദുല്ലാഹ് അൽ ഗഫാർ ഗർനാത്തി നിങ്ങൾ വലിച്ചിരുന്നു. എന്നിട്ടോ സലഫ് സാലിഹീങ്ങൾ മുഴുവൻ അവർ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ചില പണ്ഡിതന്മാർ, പിൽക്കാല പണ്ഡിതന്മാർ ചില ആയത്തിങ്ങളുടെ അടിസ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിയ ആ തെറ്റായ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു. ഞങ്ങളോ ഈ പണ്ഡിതന്മാർ തന്നെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഈ കാര്യത്തിന് അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഉദ്ധരിച്ച ആയത്താണ്. അതുപോലെ തന്നെ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് ഈ കാര്യത്തിന് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അവതരിച്ച ഹദീസാണ്. അതുപോലെ മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൗലിദാഘോഷം ബിദ്അത്ത് എന്നുള്ള വ്യക്തമായി തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥാപിച്ച് വെറുതെ വ്യക്തമായി തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ മുൻകാലത്തിൽ പണ്ഡിതന്മാർ നിരച്ചു വെച്ച ഉസൂലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പിന്നീടുള്ളത് ആ കാര്യം ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിൽക്കാലത്തിൽ ചില പണ്ഡിതന്മാർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിനെ ഞങ്ങൾ മാറ്റിവെക്കും. പക്ഷെ ആ പണ്ഡിതന്മാർ ആ കാര്യത്തെ ഞങ്ങൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും. പക്ഷെ അവരാ ചെയ്ത തെറ്റിനെ എന്തിയില്ല, ഞങ്ങൾ ഒരിക്കലും അതിനെ മോശമായി ചിത്രീകരിക്കില്ല, അവരെ മോശമായി ചിത്രീകരിക്കില്ല. പക്ഷെ ആ കാര്യത്തെ തെറ്റായി തന്നെ പറയുക തന്നെ ചെയ്യും. ഈ പറയപ്പെടുന്ന അബൂ അബ്ദുല്ലാ ഗഫാർ ഗർനാത്തി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ടെന്നറിയോ? എന്താണ്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ തഅലീമുഹു മിൻ അഅ്ളമിൽ ഖുർബി ഇലല്ലാഹ്, അല്ലാഹുവിൽ അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തെളിവ്. ലാകിൻ യതഖറബു ഇലല്ലാഹി ജലാലഹു ബിമാ ശറഅ എന്ന അല്ലാഹു തആല ശറഇലാക്കിയ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ടതും തഅലീം ചെയ്യണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സലഫ് സാലിഹീങ്ങൾ നമ്മളെ കാട്ടിയും ആ രീതിയിൽ ചെയ്യാൻ അവർ അവർ ചെയ്യുമായിരുന്നു. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ കാണുമെങ്കിൽ വലൗ ഫതഹാൽ ബാബ് ലജാഅ ഖൗമൻ ഫഖാലു യൗമ ഹിജ്റതുഹു ഇലൽ മദീന യൗമ അഅ്സല്ലാഹു ഫീഹിൽ ഇസ്ലാം. അങ്ങനെ ഇത് ഹിജ്റ ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ഇബാദത്തുകൾ ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കും എന്ന് വ്യക്തമായി തന്നെ ഈ മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ബിദ്അത്ത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ആ ന്യായീകരണങ്ങളും ആ കാരണങ്ങളും വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളും അതിന് ബിദ്അത്ത് എന്ന് പറയുന്നത്. والخير كله في اتباع السلف الذين اختارهم الله له. ഏറ്റവും എന്താണ് ഖൈർ എന്ന് പറഞ്ഞത്? സലഫ് സാലിഹിനെ ഇത്തിബാ ചെയ്യലാണ്. അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തതാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തതായ ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല. അങ്ങനെ ഒരു കാര്യം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിഅമത്തുൽ കുബറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ സലഫ് സാലിഹിന്റെ പേരിൽ പച്ച കള്ളങ്ങൾ കെട്ടിവെക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് സലഫ് സാലിഹീങ്ങൾ ചെയ്തിട്ടില്ല. അവർ ചെയ്യാത്ത കാര്യം ഞങ്ങളും ചെയ്യുന്നില്ല. ഇപ്പൊ അന്യമത്തുൽ കുബറക്കെതിരിലാണ്. അന്യമത്തുൽ കുബറയിലേക്ക് ഇതിപ്പോ ഈ അകലാട് നടന്നതേ പരിപാടി അപ്പൊ നടത്താൻ നോക്കുന്നത്. അകലാട്ട് ചോദിച്ചില്ലേ, അകലാട്ട് മൂപ്പരോട് ചോദിച്ചു, അല്ല സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇങ്ങനല്ലേ പറഞ്ഞത്?
തവസ്സുൽ ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർ എന്താ പറഞ്ഞത്? അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചെയ്തീണ്, അതൊന്നും പ്രശ്നമല്ല, അത് നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മനസ്സിലാക്കുമെന്ന് മൂപ്പർക്കും അറിയാം. അതുകൊണ്ട് വേഗം പിന്നെ ഒരു ഐഡിയ എന്താ, മങ്കൂസ് മൗലൂദ് തന്നെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളതല്ല, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളതല്ല മങ്കൂസ് മൗലൂദ് എന്ന് അറിയാം. ഈ ഐഡിയ ഇവിടെ നടക്കൂല. പിന്നെ ആ നിഅമത്തുൽ കുബ്രക്ക് എതിരില്ലേ, അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു ചെയ്തു, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചെയ്തു. പിന്നെ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു ഇനി ഇൻഷാല്ലാഹ് ഇനി വിടാൻ പോവാണ് ഇമാമിങ്ങളെ. ആർക്കപ്പം മനസ്സിലായതെന്നോ നോക്കട്ടെ. വിദേഹത്തെ ഇപ്പം എനിക്ക് മാത്രമാണ് തിരിഞ്ഞത് എന്നല്ലേ? ഇൻഷാല്ലാഹ് നമുക്ക് കാണാം. എനിക്ക് മാത്രം തിരിഞ്ഞ ഒരു വിധിയത്തുണ്ടെങ്കിൽ അത് ആൾക്കാരൊന്ന് മനസ്സിലാക്കട്ടെ. അബൂശാമ തങ്ങൾക്ക് തിരിയാത്തൊരു വിധിയത്ത്, ഈ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് തിരിയാത്തൊരു വിധിയത്ത്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന് തിരിയാത്ത വിധിയത്ത്, സഖാവി ഇമാമിന് തിരിയാത്ത വിധിയത്ത്, മനസ്സിലാക്കി വെച്ചോ. യാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് തിരിയാത്ത വിധിയത്ത്, ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രസിദ്ധനായ മാലിക്കി പണ്ഡിതന് തിരിയാത്ത വിധിയത്ത്. അങ്ങനെ വിധിയത്തുണ്ട് എൻ്റെ കയ്യിൽ, ആൾക്കാർക്ക് തിരിയട്ടെ. അതിനെന്നായി ചോദിക്കുന്നു. പിന്നെ ഞാൻ മുബത്തദി ആക്കൂല, നിങ്ങൾ മുശ്രിക്കന്നാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അയറ്റാ വലിയ ഈമാനൊന്നും ഇല്ല. ഇവിടെ വന്ന് കൊഞ്ചി വെറുതെ ആളെ പൊട്ടീസാക്കാനായിട്ടാ വലിയ വർത്താൻ പറയാന്നല്ലാണ്ട് എന്തേ നിങ്ങൾക്ക് പേടി? പിന്നെ ഇത് വിധിയെ തന്നെയാണ് ഓലൊക്കെ പറഞ്ഞ പോലെ. നമ്മൾ മുബത്തദി ആക്കൂല, ഒരു വിധിയത്തേർ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളും പറഞ്ഞു വരുത്തിയത് അല്ലേ? പിന്നെ മുമ്പത്തെ കമന്റിൽ വേറൊന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് പറയാൻ വിട്ടുവതാണ്. അല്ലാഹു അക്ബർ ജലീന്റെ മുമ്പ് ഒരു കമന്റില് അല്ലാഹു അക്ബർ അല്ല, സക്കരിയപ്പ അതിനൊക്കെ എതിർത്തതാണല്ലോ. നിങ്ങൾ മൂപ്പരാളല്ലേ? മൂപ്പര അതിനൊക്കെ എതിർത്തതാണല്ലോ. ഏതായാലും ഓരോ ചോദ്യം ഇവിടെ ബാക്കിക്കാണ്. ആയത്ത് ചോദിച്ചതിന്റെ സമയത്ത് ആ ആയത്തിനെ കുറിച്ച് ഇപ്പം മിണ്ടാടുന്നുണ്ടല്ലേ മൂപ്പര്. ഞാൻ ചോദിക്കുന്നു, ആ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ആരെങ്കിലും പറഞ്ഞത് ഒറ്റ വായിച്ചിട്ടില്ല കേട്ടോ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഒറ്റ മുഫസ്സിർ നബിദിനം പാടില്ല എന്ന് പറഞ്ഞത് വായിച്ചിട്ടില്ല. ഇനി അടുത്ത ചോദിച്ചേ, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഒന്നും പറയാലാച്ചിട്ട് അവസാനം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അങ്ങ് തള്ളിയേച്ചതാണ്. ഞാൻ ചോദിച്ചു സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെത്, അവസാനം തള്ളേണ്ടി വന്നു. ഇബ്നു ഹജർ സുയൂത്തി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ, പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെന്ന് പറയാനും മൂപ്പർക്ക് കഴിഞ്ഞില്ല. ഇനി അടുത്തത് അബൂ ശാമ റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചു, തള്ളേണ്ടി വന്നു. തള്ളേണ്ടി വരും നിങ്ങൾക്ക്, കാരണം അവരൊന്ന് മനസ്സിലാക്കിയതുപോലെയല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തത് ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് അൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നു, ഫറഹിമല്ലാഹു റഅൻ ഇത്തഖദ ലയാലിയ ശഹരി മൗലിദിഹിൽ മുബാറകി അയാദാ. കേട്ടോ, ഞാൻ ഇരട്ടത്താണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പള്ളിൻ്റെ അകത്ത് തണുപ്പുണ്ട് നല്ല പുറത്ത്. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ജന്മത്തിന്റെ ദിവസം ആഘോഷമായി കണക്കിലെടുത്ത ആൾക്കാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആരാ പറഞ്ഞത്? ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് അൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു. തള്ളിക്കോ, ഇനി വരിക്ക് വരുന്ന ഇമാം സിയൂത്തിക്കും ഇബ്നു ഹജറിനൊക്കെ കിതാബ് തിരിഞ്ഞോ തിരിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം. അപ്പോ ചോദിക്കട്ടെ, അപ്പോ ഇവിടെ ഇബ്നു ഹജർ അൽ ഹംബലി റഹ്മഹുല്ലാ കിതാബ് തിരിയാത്ത പണ്ഡിതനാണല്ലേ? ഷെയ്ഖ് ഇസ്ലാം തൈമിയ്യ റഹ്മഹുല്ലാ കിതാബ് തിരിയാത്ത പണ്ഡിതനാണല്ലേ? മുല്ലാലിക് റഹ്മഹുല്ലാ കിതാബ് തിരിയാത്ത പണ്ഡിതനാണല്ലേ? ഇമാം ഷാത്തിബി റഹ്മഹുല്ലാ കിതാബ് തിരിയാത്ത പണ്ഡിതനാണല്ലേ? ശിഹാബ് അൽ ഹനഫി റഹ്മഹുല്ലാ കിതാബ് തിരിയാത്ത പണ്ഡിതന്മാരാണ്. കാരണം ഇവരൊക്കെ വ്യക്തമായി തന്നെ അവരുടെ കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ബിദ്അത്ത് തന്നെ എന്ന് വ്യക്തമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മുന്നേ ജീവിച്ച പണ്ഡിതനാട്ടോ. ഇവരെല്ലാവരും ഹിജറ 1000 മുന്നേ ജീവിച്ച പണ്ഡിതന്മാരാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാവരും അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം ബിദ്അത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവർക്കൊന്നും ബിദ്അത്ത് എന്തറിയാറില്ല, കിതാബ് തിരിയില്ല. ഇവരൊക്കെ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ പറയുമോ? ഞങ്ങൾ അങ്ങനെ അദ്ദേഹം അവർ അനുവദിച്ച കാലക്കാരെ എന്ത് ചെയ്യില്ല, അവർ പൊട്ടന്മാരാണെന്നോ അതുപോലെ തന്നെ കിതാബ് അറിയാത്ത ആൾക്കാരൊന്നും ഞങ്ങൾ പറയില്ല. കാരണം ആ കാര്യത്തെ ഞങ്ങൾ എന്ത് പറയും, അതിനെ എതിർക്കും. അത് എതിർക്കാൻ കാരണമുണ്ട്. കാലം എന്താണ് വ്യക്തമായി തന്നെ സലഫുസ് സാലിഹിൽ അങ്ങനെ ആയത്തിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ സലഫുസ് സാലിഹിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തുമെങ്കിൽ അവരാണ് ഏറ്റവും എന്ത് ചെയ്യുന്നുള്ളൂ, അവരൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തത്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്? വ അമ്മ അഹ്ലുസ് സുന്നത്തി, അഹ്ലുസ് സുന്നത്തിന്റെ കാര്യത്തിലാണ് എന്താണ്
فيقولون في كل فعل وقول لم يثبت عن الصحابة هو بدعة. എന്താണ് സഹാബികളുടെ എല്ലാ പ്രവൃത്തിയും അതുപോലെ തന്നെ എല്ലാ വാക്കുകളും സ്ഥിരപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്താണ്? ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ബിദ്അത്തല്ല എന്ന് പറഞ്ഞത് കൊണ്ടാ. അന്നഹു ലൗ കാന ഖൈറൻ, അത് ഖൈറായിരുന്നെങ്കിൽ ലസബഖൂന ഇലൈഹി, അവർ മത്സരിക്കുമായിരുന്നു. ലിഅന്നഹും ലം യത്റകൂ ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി, അവർ ചെറിയ ഖൈറും പോലും എന്തിയല്ല ഒരിക്കലും ഒഴിവാക്കാത്ത ആളുകളായിരുന്നു സലഫുസ് സാലിഹീൻ. ആ സലഫുസ് സാലിഹീൻ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആശയം തെറ്റാണെന്ന് വ്യക്തമായി തന്നെ പറയുക തന്നെ ചെയ്യും. പക്ഷെ അവർ കിതാബ് തിരിയാത്ത ആളുകളാണോ, അവർ ബുദ്ധികളാണെന്നോ, അവർ ആ രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായി തന്നെ ഞാൻ ഡസൻ കണക്കിന് പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മുമ്പുള്ള പണ്ഡിതന്മാരായ അബു അബ്ദുല്ലാ ഇർനാത്തി, അതുപോലെ അഹ്മദ് ബിൻ യഹ്യ, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ്, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ് പറഞ്ഞ കാര്യം എന്താണ്? ലാ യുശ്റഉ യത്തഖിദുൽ മുസ്ലിമീന ഈദൻ ഇല്ലാ മാ ജഅഅത് ശരീഅത്തു. എന്താണ് ശരീഅത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ആ നൽകാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഈദായിട്ട് നൽകാൻ പാടില്ല. വമാ അദാ ദാലിക ഫിത്തിഖാസുഹു ഈദ, അല്ലാഹു തആല ആ കൽപ്പിച്ച കാര്യങ്ങളില്ലാത്ത ആ കാര്യങ്ങൾ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി, അത് ബിദ്അത്താണ്, ഒരു അടിസ്ഥാനവും അതിൽ ഇല്ല. കാരണം എന്താണ്? സലഫുസ് സാലിഹീങ്ങളെ മനസ്സിലാക്കി. ഇനിയിപ്പോ ഞാൻ പറയുന്നത്, ഞാൻ കുറെ പണ്ഡിതന്മാർ ബിദ്അത്ത് പറഞ്ഞു, നിങ്ങൾ കുറെ പണ്ഡിതന്മാർ ബിദ്അത്തും ഹസന എന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഇനി എന്താ നമ്മൾ തമ്മിൽ മാനദണ്ഡം? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത്? ആ അടിസ്ഥാനം സലഫുസ് സാലിഹീൻ മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയിട്ടില്ല. അവർ പ്രവർത്തിച്ചോ? പ്രവർത്തിച്ചോ? അവർക്ക് അതിനെ അറിയുമായെങ്കിൽ അജ്മൽ സാബിനെ കാട്ടിയും ഒക്കെ മുൻപന്തിയിൽ അവരുണ്ടാവുമായിരുന്നു. പക്ഷെ അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്ത ആ കാര്യത്തിന് നിങ്ങൾ നിൽക്കണം എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഖസ്തല്ലാനി ഇമാമു മുബ്തദിയായി, ഖസ്തല്ലാനി ഇമാമു മുബ്തദിയായി, പുത്തൻവാദിയായല്ലോ. ഇനി ഇമാം യാഫി റളിയല്ലാഹു അൻഹു, അവൻ തള്ളിക്കട്ടോ, ഏതള്ളാനുള്ള വഴി നോക്കിക്കോ. ഇമാം യാഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കഴിക്കണമെന്നും അതിന്റെ പ്രതിഫലം ഉണ്ട് എന്നും പറഞ്ഞു. പിന്നെ അതിന്റെ ഇടക്ക് ഇനി നേരത്തെ ഒരു വിഷയം പറഞ്ഞല്ലേ, ഇപ്പോൾ പിന്നെയും പറയുന്നത് അത് അങ്ങോട്ട് തന്നെ ബിദ്അത്തിന്റെ അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ചല്ലോ. എന്തായിരുന്നു? സലഫുസ് സ്വാലിഹീങ്ങൾ ആരും ചെയ്യാത്ത ഒന്നും ചെയ്യരുത് എന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സലഫുസ് സ്വാലിഹീങ്ങളിൽ പെട്ട ആളല്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ചെയ്യണമെങ്കിലോ മുമ്പുള്ള സ്വഹാബത്ത് ചെയ്യണം. അങ്ങനല്ലേ മുൻഗാമികള്? അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും മനസ്സിലാക്കിക്കോ. വഖദ് കാന സയ്യിദുൽ ഉലമാഇ അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് വറളിയ അൻഹു ലാ യർകബു ബിൽ മദീനത്തി ദാബത്തൻ, ഒരു വാഹനത്തിന്റെ പുറത്ത്, ഒരു മൃഗത്തിന്റെ പുറത്ത് വാഹനം കയറിയിട്ട് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പോകാറില്ലായിരുന്നു. വഹാദാ ഫിഅലുൻ, മനസ്സിലാക്കിക്കോ, വഹാദാ ഇത് ഫിഅലുൻ അഹ്ദസഹുൽ ഇമാമു മാലികുൻ ലം യഫ്അൽഹു സ്വഹാബ അല്ലദീന ഹും അശദ്ദു മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? സ്വഹാബാക്കൾ അടക്കി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുമ്പുള്ള അശദ്ധാണെന്ന് വെച്ച് ശേഷമുള്ള ഒരാൾ ചെയ്തത് തെറ്റാണ് എന്നില്ല. മാത്രമല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നേരത്തെ നിങ്ങളും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കൊണ്ടുവന്ന ഇബാറത്ത് തന്നെ കബളിപ്പിക്കലും വഞ്ചനയാണ് നടത്തിയത്. അതിലും അങ്ങനെ ഒരു ആശയം അതിലും ഇല്ല. ചുരുക്കത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അവർക്ക് ബിദ്അത്ത് തിരിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഇല്ലേ? ബിദ്അത്ത് തിരിഞ്ഞിട്ടില്ല, എനിക്ക് മാത്രമേ തിരിഞ്ഞുള്ളൂ എന്നല്ല ഇപ്പൊ പറഞ്ഞത്. പിന്നെ അബൂ ശാമ റളിയല്ലാഹു അൻഹുവിന് തിരിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു, തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ബിദ്അത്ത് അവര് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ശരി കിട്ടിയതില്ലേ? അടുത്തത് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾക്ക് തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? യാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഖസ്തല്ലാനി ഇമാമിനെ നിങ്ങൾ തള്ളി, കാരണം തള്ളേണ്ടി വരും, കാരണം നിങ്ങൾ ആശയം അവർക്കില്ല, അവർ സുന്നിയായിരുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഒരു വർത്താനം നിങ്ങൾക്ക് എതിര് പറയാൻ പറ്റാണ്ടായി. സുയൂത്തി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നോ, അല്ലെ ഞാൻ അർത്ഥം വെച്ചത് തെറ്റാണെന്നോ, അത് അങ്ങനെ അല്ല പറഞ്ഞതെന്നോ ഒന്നും പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് അവസാനം നിങ്ങൾക്ക് തള്ളേണ്ടി വന്നു. എന്തേ? അവരൊക്കെ സുന്നിയായിരുന്നു, അവർക്കൊക്കെ മനസ്സിലായി ഇത് ചെയ്യണോന്ന്. അബൂ ശാമ റളിയല്ലാഹു അൻഹു എന്നത് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്.
ചുരുക്കത്തിൽ ഇവരൊക്കെ തള്ളി. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. ഇമാം യാഫി റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നു? നേരത്തെ പറഞ്ഞ മാതിരി തള്ളിക്കോ ഇമാമികൾ ഓരോരുത്തരായിട്ട് തള്ളി. ഇതാണിപ്പോ ഇമാം മാലിക് റഹ്മുള്ള മദീനയിലേക്ക് പോകുമ്പോ എന്ത് ചെയ്തില്ല, വാഹനം ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിലക്കുന്നില്ല, ഒട്ടകത്തിനെയോ മറ്റുള്ള നാൽക്കാലികളൊന്നും എഴുതിയിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല. ഇതാണ് വീട്ടില്. ഇവിടെ എവിടെയാണ് ഇമാം മാലിക് റഹ്മുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീഅത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഒന്നാമത് നിങ്ങൾ കൊണ്ടുവന്ന ഖാദിയാന്റെ ശിഫയിൽ എന്തില്ല, നിങ്ങൾ സനത് ഉദ്ധരിച്ചില്ല, അത് വേറെ പോട്ടെ, ആ കാര്യം പോട്ടെ, നിങ്ങൾക്ക് സനത് നിങ്ങൾ ഉദ്ധരിക്കാറില്ല, അത് നിങ്ങളുടെ ആ പതിവാണ്, വിട്. നിങ്ങൾ ഇപ്പൊ ഉദ്ധരിച്ച ദാബത്ത് ഇമാം മാലിക് റഹ്മുള്ള മദീനയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇഖ്തിയാറായ ഒരു കാര്യമാണോ, അദ്ദേഹത്തിന്റെ പേഴ്സണലായ ഒരു ചോയ്സ് ആണോ, അതോ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശരീഅത്തിൽ ഒരു ഭാഗമായിട്ട് താൻ വിശ്വസിച്ച ഒരു കാര്യമാണോ? അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അത് കൽപ്പിക്കുകയും അങ്ങനെയാണ് സുന്നത്ത് എന്ന് അദ്ദേഹം പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് ഒരാളുടെ ഇഖ്തിയാറായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇത് ദീനിന്റെ ഒരു ഭാഗമായി ചിത്രീകരിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന പൊട്ടീസ് ഒന്നും എന്റെ അജ്മൽ സാഹിബിനെ ഇവിടെ നടക്കുകയില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ സലഫു സാലിഹ്യങ്ങൾ ചെയ്യാത്തൊന്നും എന്തല്ല ദീനല്ല, അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫു സാലിഹീങ്ങൾ അന്ന് ചെയ്യാത്ത കാര്യം നമുക്കും എന്തല്ല ദീന്റെ കാര്യമല്ല, ഇത് ദീനിൽ പെട്ട ഒരു കാര്യമായിട്ട് ശരീഅത്തിൽ സുന്നത്തായ ഒരു കാര്യം എന്ന നിലക്ക് അദ്ദേഹം ചെയ്താണോ കൊണ്ടുവരണം, അല്ലാഹുവിൽ തഖറബിന് വേണ്ടിയിട്ട് അങ്ങനെ ശരീഅത്തിന്റെ ഭാഗമായിട്ടാണോ കൊണ്ടുവരണം. കാരണം തരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറാത്തുൻ ഫിദ്ദീൻ മുഖ്തറാത്തുൻ തുലാഹി ശറഇയ്യ യുഖ്സദു ബിസ്സുലൂക് അലൈഹി അൽ മുബാലഗതു ഫി തഅബ്ബുദില്ലാ. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചെയ്തത്. നിങ്ങൾ തെളിയിക്കണം, നിങ്ങൾ ഈ കൊണ്ടുവന്ന ഖാദിയ നിങ്ങൾക്ക് അതില്ല, അത് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യാത്തത്? കാരണം വ്യക്തമായി തന്നെ ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നറിയോ? അങ്ങനെ അങ്ങനെ ഒരു കാര്യം എതിരായിട്ട് ഉണ്ടാവാൻ ഇല്ലാത്തൊരു കാര്യം ഇല്ലായിട്ടും അതുപോലെ തന്നെ അത് നല്ല രീതിയിലൊരു അഭിപ്രായമാണ് ഇങ്ങനെ കാര്യം ഉണ്ടെങ്കിലും സാലിഹ്യങ്ങളാണ് ഈ കാര്യത്തിൽ നമ്മളെക്കാട്ടും ഏറ്റവും എന്തുള്ളത് ആ രീതിയിൽ അവകാശമുള്ളത്. നമ്മളെക്കാൾ തഅലീമും നമ്മളെക്കാട്ടിയും മുഹബ്ബത്തും കൂടുതൽ ആർക്കാണ്? സലഫു സാലിഹ്യങ്ങളാണ്. കാരണം എന്നാൽ പൂർണ്ണമായ മഹബ്ബത്തും പൂർണ്ണമായ അതുപോലെ തന്നെ തഅലീമും പൂർണ്ണമായ കാര്യങ്ങളൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തിബാലും നബി സല്ലല്ലാഹു അലൈഹി അനുസരണത്തിലാണ്. വഹിയായി സുന്നത്തിഹി ബാത്തിന വല്ലാഹിറ. അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ ബാത്തിന ലാഹിറയൊക്കെ പുനർജീവിക്കണം. അതായത് ഉദാഹരണം താടി വളർത്തുക, നേരെ ഉമ്മലൊക്കെ ബാൻഡിടുക, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനൊക്കെ ബാത്തിന ലാഹിറ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പുനർജീവിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്തിനെ എന്ത് ചെയ്യണം? നമ്മൾ വിശദീകരിക്കണം. ഇതാണ് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി തന്നെ ഇഖ്തിദാസുൽ മുസ്തഖീം കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ ചെയ്യാത്തൊരു കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്തോ ഇതാണ് അവരുടെ സുന്നത്ത്, ഇതാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅലീം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളും അതേ പാതയിൽ തന്നെ ഉണ്ട്. അവര് ചെയ്തു, നിങ്ങൾ ചെയ്യുന്നില്ല. ഒരു തിങ്കളാഴ്ച നോമ്പ് നോറ്റു. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാണ് എന്നുള്ള നിലയ്ക്ക് സലഫ് നോമ്പ് നോറ്റിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടിയില്ല. ഇത്രയും നേരമായിട്ട് 10-12 കമന്റ് ഇവിടെ കഴിഞ്ഞു, അല്ലാതെ ഈ ഹദീസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ കൂടെ പഠിപ്പിച്ച എന്താ? എന്റെ ജന്മദിനാണ്, അതുകൊണ്ട് നോമ്പ് വെക്കണം, ഇതല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങള് ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തേ ഒന്നും പറയാതെ? ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി അതിന്റെ കൂടെ ഇനി ഒന്നുകൂടി ഒരു ചോദ്യം കൂടി കൂട്ടിക്കോളി. നബിദിനത്തിൽ നടക്കുന്നത് ഒരാള് ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്നു, ഖിറാഅത്ത് നടത്തുന്നു, ഖുർആൻ ഓതുന്നു. ഇതൊക്കെ നടത്തുന്ന ഒരാൾ ഇത് മാത്രം
അങ്ങനെ ഒരാള് ജന്മദിനം ആഘോഷിച്ചാൽ ഇതിൽ ഏതാണ് ഹറാമായിട്ട് വരുന്ന പ്രവർത്തനം ഏതാണ്? അതാണ് എന്റെ ചോദ്യം. കാരണം തിന്നാൻ കൊടുക്കുക, സ്വതക്ക ചെയ്യാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സ്ഥിരപ്പെട്ടതാണ്, ഖുർആൻ പറഞ്ഞതാണ്, എല്ലാ തെളിവും ഉണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസും എല്ലാ സംഭവം അതിനുണ്ടല്ലോ. ഇത് തിന്നാൻ കൊടുത്തൂടെ? നിങ്ങൾ തിന്നാൻ കൊടുക്കൂല, നിങ്ങൾ തിന്നയില്ല, തീറ്റിക്കയില്ലാത്ത തിന്നൂല എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാട്ടോ. അത് വേറെ വിഷയം. നിങ്ങൾ സക്കാത്ത് വരെ ബാങ്ക് കൊടുത്ത് പലിശാക്കി തിന്ന് പുട്ടടിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ. ഇനി അടിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ഇനിയും തിന്നിണ്ടാവും. അവസാനം കോടതിയിൽ കേസിന് പോയ ആൾക്കാരാണ് നിങ്ങൾ. പലിശ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് കേസിന് പോയ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തിന്നാറുണ്ട്, തിന്നല്ല നോക്ക വെറുതെ പറയാണ്. കള്ളത്തരം പറഞ്ഞ് സോപ്പ് വാങ്ങിയവർക്ക് ഇതൊന്നും വലിയ പണിയല്ലല്ലോ, അത് വേറെ വിഷയം. അതിൽ പെട്ടെന്നാണല്ലോ നിങ്ങളും കള്ളത്തരം പറഞ്ഞ് മത്സരിക്കുക, അതിൽ സോപ്പ് വാങ്ങുക, അതൊക്കെ ചെയ്ത ആൾക്കാരാണ്, അത് വേറെ വിഷയം, അത് പോട്ടെ. അപ്പോ ചുരുക്കത്തിൽ സക്കാത്തിന്റെ പൈസ വിറ്റ് സക്കാത്തിന്റെ പൈസ ബാങ്ക് കൊണ്ടുപോയിട്ട് പലിശ തിന്ന ആൾക്കാരായ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾക്കും നിങ്ങൾ തിന്നാൻ കൊടുക്കല്ല, അത് വേറെ വിഷയം. നിങ്ങളെ നല്ലോണം പുട്ടടിക്കലും ഉണ്ട്. അപ്പോ ഇതിൽ ചെയ്യുന്നത് ഒന്ന് സക്കാത്തിന്റെ പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയൊന്നും അല്ല, എന്ന് വെച്ചാൽ ഹറാമായ നിലക്കല്ല. അതാ പറഞ്ഞ ഉദ്ദേശം, ഹറാമായ നിലക്കല്ല. അവനാന്റെ കീസേന്ന് ഹലാലായ പൈസ എടുത്തിട്ട് ഒരാൾക്ക് സ്വതക്ക ചെയ്യുന്നു. പിന്നെന്ത് ചെയ്യുന്നു? ഒരാള് അന്ന് വേറെ ഖുർആൻ ഓതുന്നു, അതേപോലെ ഖിറാഅത്തുൽ മൗലിദ് നടത്തുന്നു. ഇങ്ങനെ വന്നാൽ ഏതാണ് ഇതിൽ ഹറാമായ വിഷയം ഏതാണ്? അതുകൂടി അടുത്തതിൽ ഉൾപ്പെടുത്തിക്കോ. മറുപടി ചോദ്യം വ്യക്തമാണ്, മനസ്സിലാക്കിക്കോ. ഒരാള് സ്വതക്ക ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, മൗലിദ് പാരായണം ചെയ്യുന്നു. നിങ്ങളെ അഭിപ്രായ പ്രകാരം നിങ്ങളെ വാദം അനുസരിച്ച് പോലും ശിർക്കൂല്ല എന്ന് മനസ്സിലാക്കി, വെറും മധുഹ് മാത്രം. അങ്ങനത്തെ ഒരു മൗലിദാണ് ഒരാൾ ഓതുന്നത്. അങ്ങനെ ഒരാള് ജന്മദിനം ആഘോഷിച്ചാൽ അതിലുള്ള ഹറാം ഏതാണ്? വേഗം തുറന്നുകൊണ്ട് പറയും. അപ്പോൾ അതിലുള്ള ഹറാം ഏതാണെന്നുള്ളതാണ് നിങ്ങൾ കാരണം വെച്ച് ഒന്ന്. രണ്ടാമത് നിങ്ങൾ വ്യക്തമായി തന്നെ റബീഉൽ അവ്വൽ ആ വ്യക്തിഗത നിങ്ങൾ നൽകി. രണ്ടാമത് മൂന്നാമത് അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാരണമായി നിങ്ങൾ കൊണ്ടുവരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുളാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂക് അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി തആല. ഇത് അതുകൊണ്ടാണ് വ്യക്തമായി തന്നെ തുളാഹി ശർഇയ്യ എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞില്ല ആ കാരണം ഇൽത്തിമാസുൽ കൈഫിയാത്തി വൽ ഹൈആത്തിൽ മുഅയ്യന. എന്ത് പ്രത്യേകമായ രൂപങ്ങളും പ്രത്യേകങ്ങളായ ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നു. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്ത് ചെയ്യുന്നു നിങ്ങൾ ആഘോഷമായി കൊണ്ടുവരുന്നു. കാര്യം പ്രത്യേകമായ രൂപങ്ങളും പ്രത്യേകമായ രീതികളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഇലാകാത്ത, അത് അല്ലാഹു തആല ഖുർആനിൽ പറയാത്ത കാര്യം നിങ്ങൾ കൊണ്ടുവരുന്നു. അത് കാരണം ഏത് ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ എന്ത് ഇൽത്തിമാസുൽ ഇബാദാത്തിൽ മുഅയ്യന ഫി ഔഖാത്തിൻ മുഅയ്യന ലം യൂജദ് ലഹാ ദാലിക തഈനു ഫി ശരീഅത്തി. വ്യക്തമായി തന്നെ ഇബാദത്തുകൾ നിങ്ങൾ വ്യക്തമായി തന്നെ സമയം എന്ന് വെച്ചാൽ അത് ദിവസം പെട്ടു, മാസം പെട്ടു, കൊല്ലം പെട്ടിട്ടോ, ആ സമയത്തിൽ നിങ്ങൾ നിശ്ചയിക്കുന്നു. ലം യൂജിദ് ലഹാ ദാലിക തഈനു ഫി ശരീഅത്തി. അങ്ങനെ ഒരു ശരീഅത്തിൽ വ്യക്തമായി തന്നെ എടുത്ത എന്തില്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഏതുപോലെ ഷഅബാന്റെ പകുതിയിൽ നോമ്പ് നോക്കുന്നത് പോലെ, അതുപോലെ അന്നത്തെ രാത്രി നമസ്കരിക്കുന്നത് പോലെ, അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾ കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്ത് എന്ന് വ്യക്തമായി തന്നെ ഇവിടെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ഇഅ്തിസാമിൽ കൊണ്ടുവരുന്നു. ഇനി വ്യക്തമായി തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് പറഞ്ഞല്ലോ, ആ സലഫുസ് സാലിഹീങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ അവർക്ക് അത് ഒരു കാരണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അവരുടെ പാത. ഇതാണ് അവരുടെ പാത. എന്ത് ഈ പാത അവരങ്ങനെ ചെയ്തിട്ടില്ല. അതിന് ശേഷം വന്ന സലഫുസ് സാലിഹീങ്ങളായ അവരെ ഏത് രീതിയിലാണോ ആ രീതിയിൽ പിൻപറ്റുന്നു. ഇനി എന്താ ഇതേപോലെ നബിദിനം കൊണ്ടാടുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം. നല്ല ഉദ്ദേശത്തോടൊപ്പം തന്നെ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ആ പ്രതിഫലം ലഭിച്ചേക്കാം.
തജിദുഹും ഫാത്തിരീന ഫി അംരി റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളൊക്കെ സ്വീകരിക്കുന്ന എന്ത് ചെയ്യാം, ആ രീതിയിലൊക്കെ വീഴ്ചകൾ വരുന്നത് കാണാം. ഇതാ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇന്ന് സുന്നികളും മുജാഹിദുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുന്നത്ത് വ്യക്തമായി തന്നെ ചെയ്യുന്നത് ആരാണ്? മുജാഹിദുകൾ. താടി വളർത്തുന്നാകട്ടെ, നെരിയാണാകട്ടെ, അതുപോലെ തന്നെ ആ രീതിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ ചെയ്യുന്നത് ആരാണ്? അത് മുജാഹിദുകളാണ്. എന്നാൽ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളോ, സുന്നികളാട്ടോ, അവരാണെങ്കിലോ ഈ സുന്നത്തിലും യാതൊരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, യാതൊരു നിലക്കും ആ രീതിയിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ്. നമുക്ക് നോക്കാം, താടി വളർത്തി വരുന്ന സുന്നികൾ, ഈ പറയുന്ന സുന്നി ആളുകളാകട്ടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഈ മീലാദ് ആഘോഷമൊക്കെ കഴിക്കാന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണങ്ങളും അതുപോലെ സുന്നത്തുള്ള ഇതിൽ വീഴ്ച വരുത്തുന്നത് വ്യക്തമായ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ഈ ജാതി ഈ പരിപാടി ചെയ്യുന്ന ആളുകളെ പറ്റി പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ സ്വഹാബത്തും സലഫ് സാലിഹീൻ ചെയ്യാത്തൊരു കാര്യം, അവരാണ് ഏറ്റവും പിന്തുടരുന്ന ആളുകൾ. അവർ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം അങ്ങനൊരു കാര്യം ശരീഅത്തിൽ തഈനായിട്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇത് ഹറാമാവാനും ബിദ്അത്താവാനും കാരണം. മൗലവി, ബിദ്അത്ത് എതിർക്കപ്പെടുന്ന മദ്മൂമായ ബിദ്അത്താണെങ്കിൽ അതിൽ പ്രശ്നമാണെന്നുള്ളതിൽ ആർക്കും ഇവിടെ തർക്കമല്ല മൗലവി. നിങ്ങൾ ഈ അതിനുള്ള ഇബാറത്ത് വായിച്ചിട്ട് കാര്യമല്ല, അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്, കബളിപ്പിക്കലാണ്, അത്രയതിനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ അല്ല, നേരത്തെ പറഞ്ഞ ഒന്നും എന്നോട് വിട്ടുപോയി. എന്ത് ഇപ്പൊ അവസാനം മുമ്പ് ചോദിച്ചു, എന്ത് മാലിക് ഇമാം കൊണ്ടുവന്നത് അതൊരു ദീനിയായ പ്രവർത്തനമാണ്. അല്ല, ഈ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് ശർഈയായ വിഷയം അല്ലേ? ആണ്. ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക, അവിടത്തോടുള്ള സ്നേഹം കാണിക്കുക എന്നുള്ള നിലക്കാണ് ഞാൻ ആ സ്ഥലത്ത് റസൂലുള്ള ചവിട്ടിയെടുത്ത ഒരു മൃഗോ ചവിട്ടല് ഞാൻ ലജ്ജിക്കുന്നു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചെറിയ വിഷയമല്ലേ? അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഒരാൾക്ക് തോന്നുന്നല്ലാണ്ട് റസൂലുള്ളാഹിനെ ബഹുമാനിക്കൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്കത് ഉണ്ടാവില്ല, ബഹുമാനല്ലല്ലോ. ഒന്ന്. പിന്നെ ഒരു ദിവസം പ്രത്യേകമാക്കിയതാണ് പ്രശ്നം അല്ലേ? ഒരു മാസത്തിനല്ല, ദിവസം തന്നെ, മാസവും ദിവസവും പ്രത്യേകമാക്കി. ആര് ആക്കണമെന്ന് പഠിപ്പിച്ചു? ആര്? ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം റബീഉൽ അവൽ 12 തന്നെ അധികം ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫകാന യജിബു അൻ നസ്ദാദ യൗമൽ ഇസ്നൈനി الثاني عشر في ربيع الأول من العبادات والخير شكرا للمولى. അല്ലാഹു തആലക്ക് നന്ദി എന്നുള്ള നിലയ്ക്ക് ഖൈറിനെയും പല ഇബാദത്തുകളെയും റബീഉൽ അവൽ മാസത്തിന്റെ 12ാമത്തെ ദിവസത്തിൽ അധികരിപ്പിക്കൽ നമുക്ക് ബാധ്യതയാണ്. ദിവസം പെട്ടോ? ദിവസം തയ്യീനാക്കിയോ? ദിവസം തയ്യീനാക്കിയോ? പറയണം. ദിവസം ഇവിടെ നിർണയിച്ചോ? അപ്പൊ അതല്ലേ ഹറാമ്? ഇപ്പൊ ഹറാമും തിരിഞ്ഞിട്ടില്ല ആർക്ക്? ബിദ്അത്ത് തിരിഞ്ഞില്ല, ഹറാമും തിരിഞ്ഞില്ല ആർക്ക്? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിനെ. ഇപ്പൊ എത്ര ഇമാമിങ്ങളായി ഞാൻ ഇവിടെ ഇരുന്നത്? എത്ര ഇമാമിങ്ങളായി? ഞാൻ പിന്നെ ഒന്നും പറയാനില്ല. ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഇമാമിങ്ങളെ നിങ്ങൾ തള്ളേണ്ടി വരും. കാരണം എന്തേ? നിങ്ങൾ ആദർശമല്ല. ഓൽക്കാർക്ക് മനസ്സിലായില്ല നിങ്ങൾ ആദർശം അതല്ലേ? ഇത് ഇവിടെ മനസ്സിലാകട്ടെ, ആൾക്കാർ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഖസ്തലാനി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു അതെന്നെങ്കിലും പറയണേ. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നതിന്റെ വിഷയം ഞാൻ ഉദ്ധരിച്ചു, ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്തേ? സെലഫാരും നോറ്റിയില്ലേ? അതുകൊണ്ട് സെലഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെലഫ് ഒന്നും പഠിക്കാത്തൊരു വിഷയമാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്തിയതാണ്. ഒന്ന്, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണിത് പഠിപ്പിച്ചത്. രണ്ട്, ഇതൊന്നും അല്ലാത്ത വിഷയങ്ങൾ ഏതെങ്കിലും കൊണ്ടുവന്നാൽ അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞതിൽ അതായത് ആർക്കും തർക്കവുമല്ല. ശർഇൽ മദ്മൂമായ വിഷയം കൊണ്ടുവന്നത് എതിർക്കപ്പെടേണ്ടതാണോ? അല്ലേ? അതിലാർക്കും തർക്കമല്ല. അതുകൊണ്ട് ആ വിഷയങ്ങളല്ല വായിക്കേണ്ടത്, ഞങ്ങളെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ഇപ്പൊ തൈൻ ചെയ്ത് എന്നുള്ളതിന് ഇപ്പൊ ആരെ കൊണ്ടുവരുന്നത്? ഹിജറ 600-700 മരണപ്പെട്ടു പോയ പണ്ഡിതനെ. 700 വർഷം ആർക്കും തൈൻ ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. 600-700 വർഷം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ
ആര് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാ അദ്ദേഹത്തെ മദ്ഖലിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, വമിൻ ജുംലത്തിൻ മാ അഹ്ദസൂഹു മിനൽ ബിദ്ഇ മാ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാതി വഇദ്ഹാർ ശആരി മാ യഫ്അലൂന ഫി ശഹ്രി റബീഉൽ അവ്വൽ മിൻ മൗലിദ് വഖദ് ഇഹ്തവ അലാ ബിദ്ഇൻ വമുഹറമാത്തിൻ ജുംല. മൊത്തത്തിൽ അത് ഹറാമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നിലക്ക് ചില ആളുകളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തഈൻ ചെയ്ത് എന്താണ്, തഈൻ ചെയ്ത് ഇവിടെ 700 വർഷത്തിന് ശേഷം പണ്ഡിതന്മാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നേ ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിന്റെ മുന്നേ ആളുകൾക്ക് സഹാബികളും സർവ്വസാലികൾക്കും മനസ്സിലായിട്ടില്ല. പിന്നീട് വന്ന പണ്ഡിതന്മാർക്കാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് തഈൻ ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയം ബിദ്അത്താണ് എന്ന് അതേ മദ്ഹബിൽപ്പെട്ട പണ്ഡിതനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാ ബിദ്അത്തിന്റെ നിർവചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇത് ബിദ്അത്താണ്. മനസ്സിലായോ? ബിദ്അത്തിന്റെ നിർവചനം ഉദ്ധരിച്ചുകൊണ്ട് തുദാഹി ശർഈ എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന മൗലിദാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ബിദ്അത്താണ് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം മാത്രമല്ല, പല മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും അതേ ഇമാം ഫാക്കിഹാനി പറഞ്ഞ അതേ അഭിപ്രായം തന്നെ പറയുന്നത്. അതിൽ പെട്ടതാണ് അബു അബ്ദുല്ലാ അൽ ഗഫാൽ ഖന്നാത്തി. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത് വലൈലത്തുൽ മൗലിദി ലം യകുൻ സലഫുസ് സാലിഹ് വഹും അസ്ഹാബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന നിലക്ക് ഇബാദത്തിനായി ഒഴിച്ചു വെച്ചിട്ടില്ല. ഒരിക്കലും എന്തിട്ടില്ല, മറ്റുള്ള രാത്രിയേക്കാൾ ഈ ഒരു രാത്രിയെ പ്രത്യേകമാക്കി അവർ ചെയ്തിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് ശറഈൽ ഒരു കാര്യം പറഞ്ഞത് ആ രീതിയിലല്ല എന്ത് ചെയ്തിട്ടില്ല, അവർ ചെയ്ത് കാണിച്ചിട്ടില്ല. എന്താണ് അല്ലാഹു തആല ശറഈലാക്കിയത് ആ രീതിയിലാണ് തഅലീം അല്ലാഹുവിലേക്ക് ഖുർബത്ത് ചെയ്യുന്നത്. വ്യക്തമായി തന്നെ അബൂ അബ്ദുല്ലാ അൽ ഗഫാൽ ഖന്നാത്തി ഇബ്നുൽ ഹാജിൽ മദ്ഹബിൽപ്പെട്ട മാലിക്കി മദ്ഹബിൽപ്പെട്ട പണ്ഡിതൻ തന്നെ ഫത്വ കൊടുക്കുന്നു. എന്തിന്? ഇത് വ്യക്തമായി തന്നെ ബിദ്അത്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ ഈ ആളുകളൊക്കെ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ വലൗ ഫതഹ ഹാദൽ ബാബ് ആ രീതിയിൽ നിങ്ങളിപ്പോ ഇത് പറഞ്ഞ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലജാ ഖൗമുൻ ഫഖാലു യൗമു ഹിജ്റതിഹി ഇലൽ മദീന, ഇന്ന് എന്താണ് മദീനയിലേക്ക് പോയ ദിവസമാണ്. അല്ലാഹു തആല വ്യക്തമായി തന്നെ ഇസ്ലാം എന്ന് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കൂടിയിട്ട് പ്രത്യേകമായ ഒരു തഅബ്ബുദ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഈ പറയുന്ന പണ്ഡിതന്മാർ പോലും, ഉദാഹരണത്തിന് ഇമാം ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ എന്തുകൊണ്ടാണ് സലാത്തുർ റഗായിബ് ബിദ്അത്താണ് പറയുന്നതെന്നറിയോ? കാരണം അത് സലഫുസ് സാലിഹ്യങ്ങൾ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇത് വ്യക്തമായി തന്നെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ ഷർത്ത് കൊണ്ടും അതുപോലെ റുക്നുകൾ കൊണ്ടും ചെയ്യുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു പ്രവർത്തനം ദീനിൽ സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ പ്രവർത്തനം സഹാബികൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ പ്രവർത്തനം സലഫുസ് സാലിഹ്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ബിദ്അത്ത് എന്നുള്ളത് ഇബ്നു സ്വലാഹിന് മറുപടി എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിച്ച ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ബിദ്അത്തായ റഗായിബ് നമസ്കാരത്തിന് വേണ്ടി ഉദ്ധരിച്ച ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഹദീസോ കുല്ലു ബിദ്അത്തിൻ ദലാല, കാരണങ്ങൾ പറഞ്ഞു അങ്ങനെ തഈൻ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നു. എന്തുകൊണ്ട്? അങ്ങനെ പ്രത്യേകമായ തഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബികൾക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അവസാനം പറഞ്ഞപ്പോ എന്താ? അത് ഹിജ്റ 600 അല്ലേ? 600 അല്ല, നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞാലോ ഒക്കെ ഹിജ്റ 1000 മുമ്പാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നേരത്തെ ഷാത്തിബിനെ വായിച്ചത് അല്ലേ? അപ്പൊ ഈ 1000 മുമ്പ് എന്നുള്ളതിൽ 600 പെട്ടോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റൂല എന്നാ? ഏതായാലും ഈ 600 പറഞ്ഞ എന്തിനാ? ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിനെ തള്ളാന്. കാരണം എന്താ? ഇബ്നുൽ ഹാജ് ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ രണ്ടാമത് മൂപ്പർ ചെയ്തൊരു പണി ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ചെയ്തത് ഇത് ഹറാമാന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ല പറഞ്ഞത്, അത് ഇമാം സുയൂത്തി തങ്ങൾ അൽ ഹാവിലിൽ ഫതാവൽ ബാബുൽ വലീമയിൽ ഇമാം സുയൂത്തി തങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അപ്പറഞ്ഞതിന്റെ അർത്ഥം ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഹറാമ് കൂട്ടിയാൽ അത് ഹറാമാകും. അത് ജുമക്ക് എന്തായാലും ഫർളല്ലേ? ഒരാൾ ജുമക്ക് പോയിട്ട് എന്താ ചെയ്യാണ്? അവിടെ തോന്നിയാസനാണ് പോകണമെങ്കിൽ അത് ജുമക്ക് ആ ചെയ്തത് ഹറാമെന്ന് അറിയേണ്ടി വരൂലേ? എന്നതുപോലെ നബിദിനത്തിന്റെ പേരിൽ ആരെങ്കിലും ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചെയ്തത് ഹറാമാണ് എന്നാണ് ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ വൽ ഹാസിൽ എന്ന് എടുത്തു മറിച്ച് നോക്കിക്കോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഹാവിലിൽ ഫതാവയിൽ ബാബുൽ വലീമ.
ചുരുക്കി പറഞ്ഞാൽ എന്താ ഹറാം എന്ന് ചോദിച്ചിട്ടാ ഒന്ന് ഞാൻ എണ്ണി ഭക്ഷണം കൊടുക്കാനാണോ, അതിന് മൂപ്പർക്ക് പ്രശ്നമല്ല, ഹറാമല്ല എന്ന് സമ്മതിച്ചു. പിന്നെന്തേ രണ്ടാമത്തത് ഒരാള് മൗലിദ് ഓതിയാലോ അതും പ്രശ്നമല്ല, ഹറാമാണെന്ന് മൂപ്പർക്ക് പറയാനാകുന്നില്ല. അപ്പൊ മൗലിദ് ഓതാന്നായില്ലേ? അപ്പൊ മൗലിദ് ഓതാന്നുള്ളതിന് ഹറാമാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തേ പ്രശ്നമുള്ളൂ? ഒരു ദിവസം പ്രത്യേകമാക്കാൻ പറ്റുമോ? അതിന് ഞാൻ പറഞ്ഞല്ലോ ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് ധരിച്ചു. നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങൾ തള്ളിക്കളഞ്ഞു അല്ലേ? തള്ളിക്കളയേണ്ടി വരും. കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, ഈ ഇമാമിങ്ങളൊക്കെ ഇപ്പൊ സ്വർഗത്തിൽ പോകാണ്ട് ഓരൊക്കെ നരകത്തിൽ, ഇങ്ങൊരുത്ത മാത്രം ഇപ്പൊ ഹൂർലിങ്ങളും ഇനിയും 4 ആൾക്കാരും ഉണ്ടാവും സ്വർഗത്തിൽ എന്ന് വെച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം തരംതാഴ്ന്ന ആൾക്കാരല്ല ഞങ്ങൾ, ഇത് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇനി രണ്ടാമത് എത്ര ഇമാമിങ്ങളെ ഞാൻ ഇവിടെ വായിച്ചു എന്ന് മാത്രമല്ല, ഇതാരാ തുടങ്ങിയത്? ഇത്ര വിപുലമാക്കി തുടങ്ങിയത് ആരാണ്? മലിക്കുൽ മുളഫർ രാജാവാണ് അല്ലേ? അവരാണെങ്കിലോ വലിയ ആലിമാണ്. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ഇബ്നുൽ അസീർ പറഞ്ഞു, ഇബ്നു കസീർ പറഞ്ഞു, പലരും പറഞ്ഞു. ഇബ്നു ദഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ആ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്തു. അവിടുത്തെ മജ്ലിസിൽ പോയി ഇരുന്നിട്ട് അവിടെ മൗലിദ് ഉണ്ടാക്കി കൊടുത്തു ഇല്ലേ? അപ്പൊ മലിക്കുൽ മുളഫർ രാജാവ്, ഇബ്നു ദഹി റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ, ഇമാം സുയൂത്തി, അബൂശാമ, സഖാവി, ഖസ്തലാനി, അങ്ങനെ അങ്ങ് തുടങ്ങി എത്ര പണ്ഡിതന്മാര്, എത്ര 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 പണ്ഡിതന്മാര്. അപ്പോ ഇവരൊക്കെ ഇത് അംഗീകരിച്ചു. പിന്നെ എനക്ക് മാത്രല്ലേ സുഹൈർക്ക തോന്നിയത്? അതുകൊണ്ട് ഞങ്ങളൊന്ന് പറയുന്നു, ഇമാമിങ്ങളെ ഞാൻ വരിക്കി എണ്ണിയിട്ട് ഓരൊറ്റ ഇമാമിനെ കുറിച്ച് ആ ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്തോ എന്നാൽ ആ ഇമാം പറഞ്ഞത് തെറ്റാണ് എന്നല്ലാതെ ആ ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ അല്ലെങ്കിൽ പറഞ്ഞതിന് അർത്ഥം ഇങ്ങനെ വിചാരിച്ചതിലല്ല എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകയാൽ ആ ഇമാമിങ്ങൾ മുഴുവൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ തെറ്റാണെന്ന് എൻ്റെ വകയുണ്ട്. അതല്ലേ ഇപ്പൊ വിഷയം ഉണ്ടായത്? അത് തെറ്റാണെന്നല്ല ഇപ്പൊ ഇങ്ങനെ അവസാനം പറഞ്ഞത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റേ ഞങ്ങൾക്കും പറ്റിയിട്ടുള്ളൂ. മനസ്സിലാക്കി വെച്ചോ? ആ ഇമാമിങ്ങൾ മനസ്സിലാക്കിയതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ തെറ്റ് ആർക്കാണ്? ഇമാമിങ്ങൾക്കോ എനക്കോ? ആരെ കയ്യിലാ രോഗമുള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചോ? 2 മണിയായി ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ. അപ്പോ ഇനിയിപ്പോ നാളെ 4 മണിക്ക് എണീക്കുകയും വേണ്ടതാണ്. അപ്പൊ ഞാൻ കിടക്കുകയാണ് ഇപ്പോ. അവസാനം കൊണ്ടുവന്നത് നിങ്ങൾ ഇബ്നുൽ ഹാജിന്റെ മദ്ഖലിലത്തെ ആയത്തെ ഭാഗം നോക്കുക. ഫസ്ലുൻ ഫീ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഅൽ മുഹദ്ദസത്ത് ഫീഹി എന്നിട്ട് ഫസ്ലുൻ ഫിൽ മൗലിദി എന്നുള്ള ഒരു ഫസ്ലും കൊടുത്തിട്ട് പറയണം, വമിൻ ജുംലതി മാ ഹദസുഹു മിനൽ ബിദ്ഇ മാ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാതി വഇദ്ഹാരി ശഅരി മാ യഫ്അലൂനഹു ഫീ ശഹരി റബീഉൽ അവ്വൽ മിൻ മൗലിദിൻ വഖദ് ഇഹ്തവ അലാ ബിദ്ഇൻ വമുഹറമാത്തിൻ ജുംല. മൊത്തത്തിൽ ഹറാമാണ് എന്നുള്ള ഫത്വയാണ് ആദ്യത്തെ ഭാഗം എന്നുള്ളത് ഇവിടെ ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. പിന്നെ അതിന് ശേഷം ആ രീതിയിൽ പ്രത്യേകത കാണിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകമായിട്ട് ആ രീതിയിൽ ഒരു പ്രവർത്തനം കാണിച്ചിട്ടില്ല, സഹാബികൾ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ അത് ഹറാമാണെന്നുള്ളത് നിങ്ങൾ ഈ കൊണ്ടുവന്ന ഇബ്നുൽ ഹാജ് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരി തന്നെ എന്താണ്? അത് മൊത്തത്തിൽ അത് ബിദ്അത്തും അതുപോലെ തന്നെ ഹറാമാണ് എന്നത് തന്നെയാണ് അദ്ദേഹം ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ വ്യക്തമായി തന്നെ പല പണ്ഡിതന്മാരും ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് മാത്രമല്ല, ഇവിടെ മുല്ലാലിക റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ഖാലഫ യഹൂദ വന്നസാറിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്ന ആ കാര്യത്തിന് എതിരാവണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം നടത്തിയത്. അതുപോലെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ശരീഅത്തിൽ അല്ലാഹു തആല കൽപ്പിക്കാത്ത ഒരു കാര്യം ആഘോഷമായി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നബിദിനാഘോഷത്തിനെ എതിർക്കുന്നു. അതുപോലെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എതിർക്കുന്നു. അതുപോലെ ഷാദിബി റഹിമഹുല്ലാഹ് അദ്ദേഹം വ്യക്തമായി തന്നെ ബിദ്അത്തിന്റെ തരീഫിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് തുലാഹി ശർഈ എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യം ബിദ്അത്തായി കൊണ്ടുവന്നു. മാത്രമല്ല ഈ പറയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരൊറ്റ പണ്ഡിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ സലഫു സാലിഹീങ്ങളോ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്നുള്ളത് അവർ അംഗീകരിക്കുന്നു. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? നിഅമത്തുൽ കുബ്രയിൽ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ കിതാബ് എടുക്കാനോ ആ അസർ വായിക്കാനോ ധൈര്യം കാണിക്കുകയില്ല. മാത്രമല്ല ഇവർ ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതി എന്നുള്ള ആയത്ത് ഓതാറുണ്ട്. പക്ഷേ ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അങ്ങനെ ഒരു അടിസ്ഥാനം ആയത്തിനില്ല, ആ അടിസ്ഥാനം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഇവർ മനസ്സിലാക്കിയത് എന്ത് ചെയ്യുന്നു? നമ്മൾ അറബിക്കടലിലേക്ക് വലിച്ചു.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. ഒരു അടിസ്ഥാനവും നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽ നിന്നോ അസ്ഹാബുകളുടെ സുന്നത്തിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു കാര്യം, ഒരു കാരൊക്കെ പോയിട്ടും എല്ലാവർക്കും ഇന്നിന്റെ ജന്മദിനാഘോഷമാണ്, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, വ്യക്തമായി തന്നെ ഇങ്ങനെ ആഘോഷിക്കുക, അല്ലെങ്കിൽ പ്രത്യേകമായി ഇബാദത്തിൽ ഏർപ്പെടുക എന്ന ഒരു കാര്യം, ഒരു പ്രവർത്തനം, ഒരു അംഗീകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ചെയ്തു കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന നിർദ്ദേശമാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നീളം അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ സുന്നത്തും ചെയ്യണം. അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല എന്ന് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അംഗീകരിച്ചിരിക്കെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പോലും പറഞ്ഞിരുന്നു, സലഫ് സാലിഹ്യങ്ങൾ ഒരൊറ്റ റിപ്പോർട്ടും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് പോലും സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ സലഫ് സാലിഹ്യങ്ങൾ ചെയ്ത ആ പാതയിൽ, ആ നിൽക്കുന്ന പാതയിൽ നമ്മൾ ചെയ്തുകൂടെ? നമ്മൾ അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല. കാരണം നബി അല്ലാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗദർശനം ചെയ്തെന്ന അള്ളാഹുവിന്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തും ഇരിക്കെ, സലഫ് സാലിഹ്യങ്ങൾ ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കെ അവരുടെ പാത ഞങ്ങൾ പിൻപറ്റുന്നു. അവരങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. അവരങ്ങനെ പ്രത്യേകമായി കാണിച്ചു തന്നിട്ടില്ല, ഞങ്ങളും എന്തില്ല, ഞങ്ങൾ അങ്ങനെ പിന്തുടരില്ല. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്. നിങ്ങളോ ഈ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരെ ഏതെങ്കിലും ഒരു അഭിപ്രായം എടുത്തിട്ട് അത് വലിയ ഇതാക്കി കൊടുക്കുന്നു, അതിനെതിരായി കൊണ്ടുവന്ന പണ്ഡിതന്മാരെ നിങ്ങൾ പുച്ഛിക്കുന്നു. ഞങ്ങൾ അങ്ങനെയല്ല, മറ്റുള്ള പണ്ഡിതന്മാരെ ചെയ്യുന്നു, ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനെപ്പറ്റി പറയാൻ. അല്ലാഹു സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.